കേരളം കാത്തിരിക്കുന്ന ഒരു വലിയ വിപത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ശ്രീ സുഹാസ് സോമൻ ഈ എപ്പിസോഡിലൂടെ ചെയ്തത്. ഒരു 10,000 പേർക്കെങ്കിലും അടുത്ത ഒരു 6 മാസത്തിനുള്ളിൽ പണം നഷ്ടപ്പെടുന്നു. എൻ്റെ ഏറ്റവും വലിയ ഭയം ആയിരക്കണക്കിന് ആത്മഹത്യകൾ കേരളം കാണേണ്ടി വരുന്നതാണ്. അതൊരു സ്കാമാണ്. ROCയുടെ പ്രവർത്തനം കറക്റ്റായിട്ട് ചെയ്തെങ്കിൽ ഈ നിധിയിൽ ഈ തട്ടിപ്പ് വരില്ല. ഇതൊരു ജനകീയ പ്രശ്നം എന്ന് പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ കണ്ട ഏറ്റവും വലിയൊരു സങ്കടകരമായ കാര്യം, 40 വയസ്സിന് താഴോട്ടാണ് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒരു ക്രേസ്. ഷെയർ പോലെ റിസ്ക് ഇല്ല. കാരണം ഷെയറിനെ കുറിച്ച് എനിക്ക് അറിവില്ല. ഫിക്സഡ് ഡെപ്പോസിറ്റ് പിന്നെ നല്ല റിട്ടേൺസ് ബാങ്കുകളെക്കാൾ കൂടുതൽ കിട്ടും. നിങ്ങൾ നിധി കമ്പനികൾ എടുത്ത് നോക്കും. അസറ്റ് ലയബിലിറ്റി മിസ്മാച്ച് വളരെ. ഈ അസറ്റ് ലയബിലിറ്റിയെ കുറിച്ച് ആൾക്കാർ സംസാരിക്കാത്ത എന്താണ്? ഇതിനെ ഗവൺമെന്റ് വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതാണ് കേരളം കണ്ട ഏറ്റവും വലിയ ഫിനാൻഷ്യൽ സ്കാം. എൻ്റെ ലാസ്റ്റ് മെയിൽ റിസർവ് ബാങ്ക്, ഞാൻ പറഞ്ഞത് ആഗ്രഹിച്ചു, ലാസ്റ്റ് മെയിൽ റിസർവ് ബാങ്കിന് ഒറ്റ സ്റ്റേറ്റ്മെന്റ് വെച്ച് എൻ്റെ വിസിൽ ബ്ലോ പുറത്തു പോയത്. കാരണം ഞാൻ ഗുണ്ടകളാൽ ആക്രമിക്കപ്പെടും. കഴിഞ്ഞ ഒരു 22-23 ദിവസമായിട്ട് എന്നെ ബാംഗ്ലൂർ പോലീസ് എല്ലാം വിളിച്ച് വേട്ടയാടുന്നു. ഈ നടപടിയിലോട്ട് കടക്കാൻ നേരത്ത് പോലീസ് ആയാലും പറയുന്നു ജനങ്ങൾ പരാതിപ്പെടട്ടെ, ROC പറയുന്നു ഞങ്ങൾക്ക് ഒരുപാട് പരാതികൾ കിട്ടട്ടെ. അത് കൊണ്ടെത്തിക്കുന്നത് ഒരു ചെറിയ തീർക്കാവുന്ന ഒരു പ്രശ്നത്തിന്റെ വന്നിട്ടുള്ള ചികിത്സയുള്ളൂ. ഇനിയുള്ള തലമുറയ്ക്ക് ഇവിടെ ജീവിക്കണം. ഒരു വലിയൊരു എക്കണോമിക് ഒഫൻസ് ആണ് നടക്കുന്നത്. അത് തടയാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം. RBIക്ക് സമർപ്പിച്ചേക്കുന്ന എല്ലാ രേഖകളും, ഡിജിറ്റൽ തെളിവുകളും എല്ലാം ഞാൻ താങ്കൾക്ക് കൂടെ കൈമാറുകയാണ്. സ്വാഗതം പ്രോഫിറ്റ് റേസ് യുവർ വോയിസിലേക്ക്. നിങ്ങൾക്കും പറയാം, പൊതു താല്പര്യമുള്ള വിഷയങ്ങൾ നിങ്ങൾക്കും ഉന്നയിക്കാനുള്ള പ്രോഫിറ്റിൻ്റെ ഒരു ജനകീയ പ്ലാറ്റ്ഫോമാണിത്. പ്രോഫിറ്റ് നിങ്ങൾക്കും പറയാം ഈ എപ്പിസോഡിൽ ഇന്ന് സുഹാസ് സോമൻ കേരളത്തിലെ എണ്ണപ്പെട്ട ധനകാര്യ സ്ഥാപനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചിട്ടുള്ള ആളാണ്. ശ്രീ സുഹാസ് സോമനുമായിട്ട് ഇന്നത്തെ ഈ ഒരു സംഭാഷണത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം, സുഹാസ് സോമൻ ഏറ്റവും ഒടുവിൽ ജോലി ചെയ്തിട്ടുള്ള ധനലക്ഷ്മി, പ്രത്യേകം എടുത്തു പറയട്ടെ, ധനലക്ഷ്മി എന്ന് പറയുന്നത് ധനലക്ഷ്മി ബാങ്ക് അല്ല, ധനലക്ഷ്മി എന്ന പേരിലുള്ള ഒരു ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനവും അനുബന്ധ സ്ഥാപനങ്ങളും ചേർന്ന് കേരളത്തിൽ നടത്തിയിട്ടുള്ള ഒരു വലിയ നിക്ഷേപ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ഷേപം ഉയർന്നു. സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള വേറെ കാര്യം, നിക്ഷേപ തട്ടിപ്പുമായിട്ടുള്ള വലിയ ആക്ഷേപമായിരുന്നു. അതിൻ്റെ തലപ്പത്തിരുന്ന ആൾ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനോട് സംസാരിക്കണമെന്ന് തോന്നി. അദ്ദേഹം ഉന്നയിച്ച ഒരു കാര്യത്തിന് കുറച്ചുകൂടി കൃത്യമായിട്ടൊരു വിശദീകരണം തേടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്നിവിടെ ഒരുമിച്ചിരിക്കുന്നത്. സ്വാഗതം സുഹാസ്. താങ്ക് യു. നമസ്കാരം. ഇങ്ങനെ ഒരു പ്രോഫിറ്റ് ന്യൂസിൻ്റെ ഞങ്ങൾക്കും ഉന്നയിക്കാം, അല്ലെങ്കിൽ ആർക്കും ഒരു ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിക്കാം എന്നുള്ളൊരു സംരംഭം ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഞാനും ഇന്നിങ്ങനെ ഒരു ചർച്ചയിൽ താങ്കളുടെ ഒപ്പം പങ്കെടുക്കാമെന്ന് വിചാരിച്ചത്. എന്തുകൊണ്ട് ജനകീയം എന്ന് ഞാൻ ചിന്തിച്ചപ്പം ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് അവരുടെ തൊഴിലിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ടും ഒപ്പം തന്നെ ഭാവിയിൽ കേരളത്തിൽ വരേണ്ട ഇനിയുള്ള നിക്ഷേപകർക്ക്, എസ്പെഷ്യലി ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ ഭാവി തലമുറയ്ക്ക് അവർക്ക് ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടും ഒപ്പം തന്നെ ഇന്ത്യനെ നയിക്കുന്ന റെഗുലേറ്ററി ബോഡീസ് അവരെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ടും അങ്ങനെ ആകെ ഒരു കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു ജനകീയ പ്രശ്നമെന്ന് ഞാൻ കരുതുന്ന ഒരു വിഷയമായതുകൊണ്ടും ഞാൻ ഉന്നയിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒരു പ്രത്യേക ഒരു സ്ഥാപനത്തിൽ ഒതുങ്ങുന്നതല്ല. അതൊരു വലിയൊരു വിപത്ത് നമ്മളതിനെക്കുറിച്ച് ശ്രദ്ധാപൂർവ്വം നേരിട്ടില്ലെങ്കിൽ വരുന്നുള്ളൊരു കാര്യം കൊണ്ടാണ് ഞാൻ കൃത്യമായി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ധനലക്ഷ്മി എന്ന സ്ഥാപനത്തിന് നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു ചുമതലയിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ഡയറക്ടർ അങ്ങനെ ചെല്ലുമ്പോൾ ഇത് ധനലക്ഷ്മി ബാങ്കുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നോ? എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ താങ്കൾ സൂചിപ്പിച്ച പോലെ ഞാൻ ആദ്യം എൻ്റെ ഒരു മേജർ കരിയർ തുടങ്ങുന്നത് HDFCയുടെ ഗ്രൂപ്പിൻ്റെ കൂടെയാണ്. അവിടെ അവസാനത്തെ ചുമതല ഞാൻ മുത്തൂറ്റിൻ്റെ CEO, താങ്കൾ പറഞ്ഞ മുത്തൂറ്റിൻ്റെ CEO ആവുന്നതിന് മുമ്പ് അവസാനം വൈസ് പ്രസിഡൻറ്റ് സ്ഥാനത്തേക്കാണ് എനിക്ക് മേൽഗതി ഉണ്ടായത്. അവിടെ നിന്ന് ഞാൻ മുത്തൂറ്റിൻ്റെ CEO ആയിട്ട് മാറുന്നു. അപ്പം നമ്മളുടെ ഒരു ബേസ് കിടക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ പലരുടെയും ബേസ് കിടക്കുന്ന ഈ ഒരു സ്ഥാപനങ്ങളിൽ ബന്ധപ്പെട്ട ആൾക്കാരോട് സംസാരിക്കുമ്പോഴും അവരുടെ കൂടെ പ്രവർത്തിച്ച് ലഭിക്കുന്ന പരിചയത്തിൽ നിന്നാണ്. ഇപ്പം മുത്തൂറ്റിൻ്റെ ജോൺ തോമസ് മുത്തൂറ്റിൻ്റെ ചെയർമാൻ, അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ പ്രവർത്തിച്ച് പരിചയം അറിവാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഉള്ളത്. അത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, ₹1 നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ നിന്ന് വാങ്ങുമ്പം ആ ₹1 കൃത്യമായിട്ട് ചിലവഴിക്കണമെന്ന് പഠിപ്പിച്ചൊരു
മഹാരഥനാണ്. ഇന്ന് താങ്കൾ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനമായിട്ട് ഇന്ന് മാറണമെങ്കിൽ എത്രയോ കാലഘട്ടത്തിൽ പ്രവർത്തന പരിചയം അവിടെയുള്ള തൊഴിലാളികൾക്കെല്ലാം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നേതാക്കന്മാരിലും നടന്നു. അതിനുശേഷം മിനി മുത്തൂറ്റിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഒരു യങ് ഓണ്ടർപ്രണറായിട്ട് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 34 വയസ്സേ ഉള്ളൂ. അദ്ദേഹം ഒരു 4-5 വർഷത്തിൽ 25% വെച്ച് ഇയർ ഓൺ ഇയർ ഗ്രോത്ത് കണ്ടെത്തിയ മുത്തൂറ്റ് മിനി ഫിനാൻസിയേഴ്സിൻ്റെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മെൻറ്ററായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചു. അതിനുശേഷം ഞാൻ എൻ്റെ സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, എനിക്കൊരു ഓണ്ടർപ്രണർഷിപ്പ് എന്താണെന്ന് അറിയണം എന്നുള്ള ആഗ്രഹത്തോടെ വളരെ കഷ്ടപ്പെട്ട് 4-5 വർഷമെടുത്ത് ഞാൻ ബിസിനസ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോഴാണ് ഈ ഒരു സ്ഥാപനത്തിലെ ആൾക്കാർ എന്നെ ബന്ധപ്പെടുന്നതും. ഒരു 6 മാസം എന്നോട് സംസാരിച്ച ശേഷമാണ് ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ ചുമതല ഏറ്റെടുക്കാൻ പോകുന്നത്. ചുമതല ഏറ്റെടുക്കുന്നത് കൺസൾട്ടൻ്റായിട്ടാണ്. കൺസൾട്ടൻ്റായിട്ട് ചുമതല ഏറ്റെടുത്തപ്പം താങ്കൾ പറഞ്ഞ പോലെ എനിക്ക് ആദ്യം ഇത് ധനലക്ഷ്മി ബാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രാചീനമായ അല്ലെങ്കിൽ ഏറ്റവും പുരാതനമായ ഒരുപാട് ആൾക്കാർ വിശ്വസിക്കുന്ന, എൻ്റെ അറിവ് ശരിയാണ്, ശബരിമലയിലുള്ള വലിയ അക്കൗണ്ടുകളുള്ള NSSൻ്റെ അല്ലെങ്കിൽ മാതാമൃതാനന്ദ, അങ്ങനെ കേരളത്തിൻ്റെ ഒരു തലമുറ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് പോകുന്ന ഒരു ബാങ്കാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കാൻ കാരണം ധനലക്ഷ്മി ബാങ്കിൻ്റെ അതേ ലോഗോയിലും സാമ്യമുണ്ട്, എല്ലാത്തിനും സാമ്യം. ഞാനും ഇത് വിചാരിച്ചു. ഞാൻ എൻ്റെ സംശയം ഫസ്റ്റ് ഡേ തന്നെ ചോദിച്ചു. അപ്പോൾ ധനലക്ഷ്മി ബാങ്കായിട്ട് യാതൊരു സാമ്യതയില്ല. അപ്പോൾ എന്തുകൊണ്ട് ആ ലോഗോ വന്നെന്ന് ചോദിച്ചപ്പം അത് വെച്ചൊരു മുതലെടുപ്പ് നടക്കുകയാണെങ്കിൽ അത് നല്ലതല്ലേ എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞ അങ്ങനത്തെ വാക്കുകളും അങ്ങനത്തെ പ്രയോഗങ്ങളും അങ്ങനത്തെ ചിന്താഗതിയും നമുക്കൊരിക്കലും അത് നമ്മുടെ നല്ലൊരു വിഷന് വേണ്ടി, നമ്മുടെ ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്കത് സ്വീകാര്യമാവില്ല. കാരണം നാളെ ധനലക്ഷ്മി ബാങ്കിൻ്റെ പ്രവർത്തന മികവ് മോശമായി കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തന മികവ് നല്ലതാണെങ്കിൽ അപ്പോഴും തിരിച്ച് ഒരു ക്ലാഷ് വരാം. അപ്പം എന്ത് തന്നെയായാലും ഒരാഴ്ചക്കുള്ളിൽ എന്നെ CEO ആയിട്ട് മാറ്റിയാണ്. ഒരാഴ്ച കൊണ്ട് നിങ്ങൾ CEO? ഒരാഴ്ച. അപ്പോൾ സംശയമൊന്നും തോന്നിയില്ല? ഇല്ല, എന്നെ സംബന്ധിച്ച് ഞാനൊരു കൺസൾട്ടൻ്റായിട്ട് ചോദിച്ചപ്പോൾ ഞാൻ 6 വർഷത്തിന് ശേഷമാണ് ഇൻഡസ്ട്രിയിൽ തിരിച്ചു ചെല്ലുന്നത്. അപ്പം CEO ആക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് RBI എന്നൊരു നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു, നിങ്ങളുടെ ലൈസൻസ് റദ്ദാക്കാതിരിക്കണമെങ്കിൽ കാരണം ബോധിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ RBIയിൽ കാണണമെങ്കിൽ അപ്പോൾ RBI ഇങ്ങനെ ഒരു നോട്ടീസ് തന്നപ്പോൾ ആ നോട്ടീസ് RBI അയക്കാൻ കാരണം RBIയുടെ ഒരു NBFC, RBI 2 കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഒന്ന് ബാങ്കിങ് മേഖലകളിൽ ബാങ്ക്സിനെയും കൺട്രോൾ ചെയ്യുന്നു, NBFCനെയും കൺട്രോൾ ചെയ്യുന്നു. ഇത് രണ്ടും കൂടിച്ചേരുന്ന ഒരു ശക്തി സ്രോതസ്സാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് നയിക്കുന്നത് RBIനെ സംബന്ധിച്ച്. അപ്പോൾ ഒരുപക്ഷെ വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് റെഗുലേറ്റർ എന്ന് ഞാൻ കരുതുന്ന, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ ആൾക്കാർ കരുതുന്ന റെഗുലേറ്റർ. RBIനെ സംബന്ധിച്ച് ഒരു NBFC ഒരാൾ നടത്തണമെങ്കിൽ നിർബന്ധമായിട്ടും അയാൾക്ക് അതിനുള്ള സ്കിൽ സെറ്റ് മാത്രം പോരാ, ഒരു സ്റ്റേയിങ് പവർ അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റി RBIക്ക് കാണാം. അല്ല, ബാക്ക്ഗ്രൗണ്ട് RBI വളരെ നിശ്ചയമായിട്ടും RBIക്ക് മനസ്സിലാവണം. ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എന്ന് പറയുമ്പോൾ സിബിൽ സ്കോറുകൾ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനു മുമ്പ് വല്ല പോലീസ് കേസുകളോ അങ്ങനത്തെ, ഇതിനു മുമ്പ് നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഇത് ജനങ്ങളുടെ പണവുമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണ്. അങ്ങനെ RBIനെ സംബന്ധിച്ച് 25%-ൽ 1% ഒരു 0.1% ഷെയർ കൂടണമെങ്കിൽ നിങ്ങൾ എത്ര പണക്കാരനായിക്കോട്ടെ അതിന് RBIയുടെ പ്രയർ അപ്രൂവൽ മസ്റ്റാണ്. അപ്പോൾ ആ പ്രയർ അപ്രൂവൽ ഇല്ലാതെ ധനലക്ഷ്മി എന്ത് ചെയ്തു? ധനലക്ഷ്മിയുടെ ഇപ്പോഴത്തെ മാനേജ്മെൻറ്റ് ഷെയറിൻ്റെ 80% ഷെയർ അങ്ങോട്ട് കൂട്ടി RBIനെ വെല്ലുവിളിച്ചുകൊണ്ട്. അപ്പോൾ അതിന് ചോദ്യം ചെയ്തിട്ടാണ് RBI വിളിച്ചത്, നിങ്ങളുടെ ലൈസൻസ് റദ്ദാക്കുക. അപ്പോൾ വളരെ ടെൻസ്ഡ് ആയിരുന്നു. അധികം വൈകാതെയാണ് ഇത് ഈ നോട്ടീസ് വരുന്നത്. നോട്ടീസ് ഞാൻ ചെന്നപ്പോൾ ഉണ്ട്, അതെന്നോട് മറച്ചു വെച്ചു. 6-7 ദിവസം കഴിഞ്ഞ് RBIനെ കാണാൻ വേണ്ടി പോകണം. അപ്പോൾ സുഹാസ് വരണം, ഞങ്ങളുടെ CEO ആയിട്ട് ചാർജ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇത്ര ദിവസം, അല്ല അത് സാരമില്ല, പക്ഷേ CEO ആയി വരണം. അങ്ങനെ ആ CEOൻ്റെ ലേബലോട് കൂടിയാണ് ഞാൻ RBI ചെല്ലുന്നത്. അപ്പോൾ RBIയിൽ ഇന്നത്തെ RBIയുടെ റീജിയണൽ ഡയറക്ടർ ഉൾപ്പെടെ തോമസ് മാത്യു ഉൾപ്പെടെ RBIയുടെ ഒരു 10-12 ഏറ്റവും പ്രമുഖമായ ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പോൾ ഇതിനു മുമ്പും ഞാൻ RBIയുടെ ഓഡിറ്റ് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്ര സീരിയസ് ആയിട്ട് ഇരിക്കുന്ന ഒരു ടൈം എനിക്കുണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ സർപ്രൈസ്ഡ്. ദെൻ അവരുടെ ഫസ്റ്റ് ചോദ്യം ഇതായിരുന്നു, നിങ്ങൾ ലൈസൻസ് റദ്ദാക്കാതിരിക്കാൻ കാരണം എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ എന്തുകൊണ്ട് ഈ ഷെയർ കൂട്ടി? അപ്പം അതിന് മുമ്പ് അവർ ചോദിച്ചു, എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അവിടെ ഇരുന്ന ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്നെക്കുറിച്ച് അറിയാലോ. എന്നിട്ട് ഈ ഡോക്ടർ വിപിൻ ദാസ് എന്നാണ് നമ്മുടെ ധനലക്ഷ്മി ചെയർമാൻ്റെ പേര്. അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെയുള്ള പ്രൊഫഷണൽസ് വരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അദ്ദേഹം തോമസ് മാത്യു പ്രത്യേകിച്ച് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ മനസ്സിൽ ഉടക്കിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, RBI is the guardian angels of public trust and money എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് ഒരു കോൺഫിഡൻസ് ബൂസ്റ്ററാണ്. കാരണം റെഗുലേറ്റർ പറയാം ഞങ്ങളുടെ ഒരേ ഒരു ഉദ്ദേശം
ഇതാണ്. ഇതൊരു പലചരക്ക് സ്ഥാപനമല്ല നിങ്ങൾ നടത്തുന്നത്. RBI ഇസ് എ ഗാർഡിയൻ ഏജന്റ്. നിങ്ങൾ നടത്തിയ വിശദീകരണത്തിൽ RBI അപ്പോൾ തൃപ്തി അല്ല, ഈ ചോദ്യം വന്നപ്പം ഇതിന് വിശദീകരണമൊന്നുമില്ല. കാരണം RBIയുടെ പെർമിഷൻ എടുത്തില്ല, ഇതിന് വിശദീകരണമില്ല. ഞാൻ ഇമ്മീഡിയറ്റ്ലി, കാരണം ഇവരെല്ലാം സ്റ്റക്ക് ആയിരുന്നപ്പോൾ 2 ഡയറക്ടേഴ്സും ഉണ്ട്, ഞാനുണ്ട്. ഇവർ സ്റ്റക്ക് ആയപ്പോൾ ഞാൻ പറഞ്ഞത് ക്ഷമിക്കണം, ഒരു അബദ്ധം സംഭവിച്ചു, അറിവില്ലായ്മ മൂലം ഒരു അബദ്ധം. വളരെ ടെൻസ്ഡായുള്ള എൻവയോൺമെന്റ് അപ്പം തന്നെ റിലാക്സ്. അപ്പോൾ RBI പറഞ്ഞു ഞങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ തെറ്റുകൾ തിരുത്തി പോകുക എന്നുള്ളതാണ്. RBI ഒരിക്കലും നിങ്ങളെ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങളെ അടിച്ച് താഴെയിടാനോ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതല്ല. നിങ്ങൾ ചെയ്ത ബിസിനസ്സിൻ്റെ ഫലപ്രാപ്തിയും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ സീരിയസ് നിങ്ങൾക്ക് മനസ്സിലാവണം. RBIയുടെ റൂൾസ് ആർ റൂൾസ്. അത് അപ്പോൾ തെറ്റുകൾ പറ്റിയെങ്കിൽ നല്ല അക്സെപ്റ്റ് ചെയ്തപ്പോൾ അവർ കൺവിൻസ്ഡ് ആയി നെറ്റ് ഓൺ ഫണ്ട്സ് പുതിയതായിട്ട് കൊണ്ടുവരാൻ വേണ്ടി. അപ്പോൾ RBI ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, എന്താണ് ഈ ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്? അപ്പം ഞാനും ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനി ഇല്ലാതെ എന്നോടും പറഞ്ഞു. അതൊരു വിർച്വൽ സംവിധാനമായിരിക്കും അല്ലേ? അങ്ങനെ ഒരു കമ്പനി ഇല്ല, അങ്ങനെ ഒരു എൻറ്റൈറ്റി ഇല്ല. എല്ലാം ചേർത്തൊന്ന് പറയുന്നതായിരിക്കും അവർ. എല്ലാം ചേർത്ത് പറയുന്നു. പക്ഷേ ഇപ്പം ധനലക്ഷ്മിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ധനലക്ഷ്മിക്ക് ഗ്രാൻഡ് ധനലക്ഷ്മി നിധി എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. ആ നിധി കമ്പനിയും ധനലക്ഷ്മിയുടെ NBFC ആയിട്ട് ഒരു ബന്ധമില്ല. നമുക്ക് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ റിസർവ് ബാങ്കിൽ നിന്ന് അങ്ങനെ ഈ തൽക്കാലം അവർ അത് അക്സെപ്റ്റ് ചെയ്തു. NOF കൊണ്ടുവരാൻ പറഞ്ഞ വെച്ചാൽ നിങ്ങൾ ബിസിനസ് കണ്ടിന്യൂ ചെയ്തോളൂ എന്നാണ് അദ്ദേഹം ഓഫീസേഴ്സ് പറഞ്ഞു. വളരെ സന്തോഷത്തോടെ ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു. അതിനുശേഷം പ്രവർത്തന മികവ് കണ്ടിട്ടാണോ അദ്ദേഹം എന്നെ ധനലക്ഷ്മിയുടെ ബോർഡ് തന്നെ അഡീഷണൽ ഡയറക്ടറായിട്ട് ജൂണിൽ പ്രവർത്തന മികവ് കണ്ടിട്ടാണോ അല്ല പ്രവർത്തന മികവ് കണ്ടിട്ടാണോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ എനിക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുമ്പോൾ, എൻ്റെ ബാക്ക് എൻഡ് നോക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരുടെ കഴിവുകൊണ്ടായിരിക്കാം എൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവാം. ഇന്നിപ്പം കേരളത്തിലുള്ള പ്രമുഖമായി പ്രവർത്തിക്കുന്ന സൊസൈറ്റികൾ എടുത്തു നോക്കിയാൽ, നിധി കമ്പനി എടുത്തു നോക്കിയാൽ, NBFC എടുത്തു നോക്കിയാൽ, അതിൻ്റെ തലപ്പത്തെ MDമാർ തൊട്ട് ചെയർമാൻമാർ തൊട്ടിരിക്കുന്നവരെല്ലാം എൻ്റെ സഹപ്രവർത്തകരാണ്. അപ്പോൾ അവരിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ എനിക്കൊരു പേര് മാർക്കറ്റിലുണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ എന്നെ പുഷ്ടാവുന്നത്. ഇന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ചിന്തിച്ചേ മതിയാവും. അവർ നിങ്ങളെ CEO കൂടാതെ ഡയറക്ടറാക്കി, അഡീഷണൽ ഡയറക്ടർ. ജൂണിൽ ഞാൻ അഡീഷണൽ ഡയറക്ടറായിട്ട് മാറി. ഏകദേശം ഒരു ദിവസം 20 മണിക്കൂർ എന്ന് പറയാം ഒരു യാത്ര. കാരണം ഞാൻ ആദ്യം കണ്ടെടുക്കുന്ന ബ്രാഞ്ചസ് പോയി കാണുന്നു. കാരണം ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, എത്ര ബ്രാഞ്ചുകളും എങ്ങനെയുണ്ട് ആ ഒരു സമയത്ത് ഒരു ഓപ്പറേഷൻ ഒരു രീതി എങ്ങനെയാണ്? ഏറ്റവും വലിയൊരു ഫാക്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഡോക്ടർ വിപിൻ ദാസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇതിനു മുമ്പ് ഒരു ബ്രഹ്മ സൊല്യൂഷൻസ് പറയുന്ന ഒരു എന്താ പറയുക പലിശയ്ക്ക് പണം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് നടത്തുന്നത്. 100 രൂപയ്ക്ക് 120 രൂപ മേടിക്കും. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനമാണ്. അദ്ദേഹത്തിന് 10ാം ക്ലാസ് വിദ്യാഭ്യാസം ഇല്ല. അപ്പോൾ വിദ്യാഭ്യാസത്തിന് പ്രശ്നമില്ല. നമുക്ക് വിദ്യാഭ്യാസം സ്കൂളിൽ സിദ്ധിച്ചില്ലെങ്കിലും നമുക്ക് ഫോർവേഡായിട്ട് എക്സ്പീരിയൻസ് നമുക്ക് നേടാൻ വേണ്ടി സാധിക്കും. പക്ഷേ NBFCയിലും ബാങ്കിങ് മേഖലയിലും വരുമ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് അത് ക്രിട്ടിക്കലാണ്. കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കാൻ, ഇഷ്യൂസ് മനസ്സിലാക്കാൻ, റെഗുലേറ്റേഴ്സിനെ മനസ്സിലാക്കാൻ. അപ്പോൾ അദ്ദേഹം ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അതിൻ്റെ കൂടെയുള്ളൊരു മലയാളത്തിൽ പറഞ്ഞ വട്ടപ്പലിശക്കാരനായിരുന്നു. അങ്ങനെ ഒരു ഞാൻ ആ ഒരു പദത്തിലോട്ട് വേണ്ട ഒരു കൗതുകമുള്ളൊരു കാര്യം വെച്ചാൽ സുഹാസിനെ പോലെ ഇത്രയും ദീർഘകാലം ഇതിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാൾ പോലും ഇദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് പോലെ ഇല്ലാതെ അവിടെ ജോയിൻ ചെയ്തു. ഞാനൊരു 6 മാസം എന്നെ വിളിച്ചിട്ട് എൻ്റെ ഒരു കൺസൾട്ടൻസി വേണം, ഞങ്ങൾക്ക് ഇത് നടത്താനുള്ള ശേഷിയില്ല, ഞങ്ങൾക്ക് നടത്താൻ പറ്റുന്നില്ല, ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഹെഡ് ക്വാർട്ടേഴ്സിലിരിക്കുന്ന ഹെഡ്സ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ ഒന്ന് മെൻറ്റർ ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മളൊരു അധ്യാപകൻ്റെ പരിവേഷമാണ് അവിടെ. അത് നമ്മൾ വീണതാണോ നമ്മളുടെ മനസ്സിൽ നിന്ന് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മളോട് പ്രവർത്തിച്ച ആൾക്കാരോട് ചോദിച്ചാൽ നമ്മളെന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മൾക്ക് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അത് പകർന്നു കൊടുക്കുകയാണ്. അത് കുറയുന്നില്ല, അത് കൂടുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ആ കൺസൾട്ടൻ്റായിട്ട് പോകുന്നത് അത് കഴിഞ്ഞാൽ അവരുടെ പ്രോബ്ലംസ് കണ്ടപ്പോൾ അവർക്ക് അവിടെ ഒരു വലിയൊരാളെ വേണം, അല്ലെങ്കിൽ അവർക്ക് ആ ലീഡർഷിപ്പ് വേണമെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ CEO ആയിട്ടും ഡയറക്ടറായിട്ടും എല്ലാം ഏറ്റെടുക്കുന്നത്. അത് കഴിഞ്ഞ് അങ്ങനെ നിങ്ങൾ ഡയറക്ടർഷിപ്പിലേക്ക് വന്നു, കാര്യങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങി, ഈ ബ്രാഞ്ചുകളൊക്കെ സന്ദർശിച്ചു. അപ്പോൾ ഒന്നും കേരളത്തിൽ ഇവരുടെ ഒരു ബ്രാഞ്ചുകളിൽ പോലും ഞാൻ ഒരു ഗോൾഡ് ലോൺ കണ്ടില്ല. ഗോൾഡ് ലോൺ എന്ന് പറയുന്നത് അവിടെ വർക്ക് ചെയ്ത സ്റ്റാഫുകൾ അവരുടെ പരിചയത്തിലുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് എടുത്തിട്ട് വരുന്ന ഗോൾഡ് ലോണാണ്. അത് തെറ്റെന്ന് പറയാൻ പറ്റില്ല, ലോൺ കൊടുക്കുന്നു. പക്ഷെ അങ്ങനത്തെ ഗോൾഡ് ലോൺ അല്ല ഗോൾഡ് ലോൺ ബിസിനസ്. ഗോൾഡ് ലോൺ ബിസിനസ് എന്ന് പറഞ്ഞാൽ വാക്ക് ഇൻ ബിസിനസ്സാണ്. ബാങ്കുകൾ പ്രവർത്തിക്കാത്ത മേഖലയിൽ അല്ലെങ്കിൽ ബാങ്കുകൾ ഫാസ്റ്റായിട്ട് കൊടുക്കാത്ത, ഇപ്പോൾ ഇന്ന് കേരളത്തിലെ എല്ലാ ബാങ്കുകളും ഗോൾഡ് ലോൺ കൊടുക്കുന്നത്. താങ്കൾക്ക് ഇപ്പോൾ ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, രാജ്യത്തെ ഏറ്റവും പ്രമുഖമായ ബാങ്ക്, ഫുൾ റെസ്പെക്റ്റോടെ പറയട്ടെ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ചെന്നിട്ട്
10 മിനിറ്റിൽ അല്ലെങ്കിൽ 5 മിനിറ്റിൽ ഒരു ലോൺ വേണം, നിങ്ങൾക്കൊരു എമർജൻസിയാണ്, നിങ്ങളുടെ ATM പൈസ ഇല്ല, നിങ്ങൾക്കൊരു എമർജൻസിയാണ്, അല്ലെങ്കിൽ ATM നിന്ന് മാക്സിമം വിഡ്രോൾ പോകാം, നിങ്ങൾക്ക് ഇന്ന് പൈസ കിട്ടിയേ പറ്റുള്ളൂ. അത് ഒരു പക്ഷേ ചില കസ്റ്റമേഴ്സ് സംബന്ധിച്ച് കുഞ്ഞുങ്ങളുടെ ഒരു ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ആവാം, ലാൻഡിന് ബാലൻസ് കൊടുക്കാനുള്ള പൈസ ആയിരിക്കാം. ഗോൾഡിലെ ലോൺസ് കംപ്ലീറ്റ് എമർജൻസിയാണ്. ഇന്ന് രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഗോൾഡ് ലോൺ കമ്പനീസ് അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് ഫണ്ട് കൊടുക്കുന്ന കമ്പനീസ് നിന്ന് പോയാൽ രാജ്യത്ത് ഒരു വലിയ അരക്ഷിതാവസ്ഥ ഉണ്ടാവും. NBFCs ഇല്ലാണ്ട് രാജ്യം ചലിക്കില്ല. അല്ല, അത് കറക്റ്റാണ്. പക്ഷേ നിങ്ങളിപ്പോൾ ഈ ബാങ്കിൽ ചെല്ലുമ്പോൾ ഇവിടെ ഒന്നും ഗോൾഡ് ലോൺ കൊടുക്കുന്നില്ല, വാക്കിൻ കസ്റ്റമേഴ്സ് ഇല്ല, എടുത്തിട്ട് വന്ന്. അപ്പം അങ്ങനെ ഒരിക്കലും ഒരു സ്ഥാപനത്തിന്, കാരണം അവർക്ക് റെഗുലർ ഇൻട്രസ്റ്റ് കളക്ഷൻ പോസിബിൾ, നമ്മൾ പഠിച്ച പാഠങ്ങൾ ഇതെല്ലാം NBFCയുടെ കാര്യം തന്നെയാണല്ലോ. NBFC തന്നെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്നത് ഉണ്ട്. ഇപ്പം നേരിട്ടാണ്. ഇപ്പോൾ വിപിൻ ദാസ് എന്ന് പറയുന്ന ഒരാൾ 2021-22 വരെ ഗ്രാൻഡ് ധനലക്ഷ്മി നിധി കമ്പനിയുടെ ഡയറക്ടറാണ്. അതിനുശേഷം ഈ നമുക്കൊന്നും കൂടി ക്ലാരിറ്റിക്ക് വേണ്ടി ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ് എന്ന് പറയുന്നതാണ് RBIയുടെ കീഴിൽ വരുന്ന NBFC. ആ കമ്പനിയുടെ CEO ആയിട്ടാണ്, ആ കമ്പനിയുടെ CEO ഡയറക്ടറാണ് ഞാൻ. പിന്നീട് മനസ്സിലാക്കുന്നു പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ മൾട്ടി സ്റ്റേറ്റ് അഗ്രോ സൊസൈറ്റി ഉണ്ട്. അത് അഗെയിൻ ധനലക്ഷ്മിയുടെ പേരിൽ, അഗെയിൻ ധനലക്ഷ്മിയുടെ ബാങ്കിൻ്റെ അതേ ലോഗോ വരുന്നു. ഗ്രാൻഡ് ധനലക്ഷ്മി ദിതി അതേ ലോഗോ പാറ്റേൺ വരുന്നു കമ്പനി. പിന്നെ ഈ ദിതി കമ്പനിയുടെ ബിനാമിയായിട്ട് പ്രവർത്തിക്കുന്ന ശ്രീ ധനലക്ഷ്മി കൺസൾട്ടൻസി എന്ന് പറയുന്നത് വരുന്നു. വേറൊരു ബിനാമി ഫേമായിട്ട് പ്രവർത്തിക്കുന്ന ശ്രീ ധനലക്ഷ്മി എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന സ്ഥാപനം, ആദി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സ്ഥാപനം, പിന്നെ ഒരു ഗ്രാൻഡ് ഹോട്ടൽസ് എന്ന് പറയുന്ന ഒരു ഇത്. അപ്പം അങ്ങനെ ഒരു ബിസിനസ് സാമ്രാജ്യമാണ്. ബിസിനസ് സാമ്രാജ്യം എന്ന് പറയാവുന്ന എനിക്കറിയില്ല. അതൊരു സ്കാമാണ്. നിധി കമ്പനി, ഞാൻ നിധിയിൽ പ്രവർത്തിച്ചിട്ടില്ല ഇതുവരെ. നിധി കമ്പനി ഒരു സഹകരണ സംഘം പോലെ പ്രവർത്തിക്കുന്ന ഒരു ഇതാണ്. ഞാൻ നിധി റൂൾസ് പഠിക്കുകയാണ്, നിധി കമ്പനിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഞാൻ നിധി കമ്പനിയുടെ ഒരു ഓഡിറ്റർ ഉണ്ട്, ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു ഓഡിറ്റർ, അദ്ദേഹത്തിനെ പോയി കാണുകയാണ്. സർ, അദ്ദേഹം നടത്തിയൊരു മീറ്റിങ്ങിലാണ് ഇവർ 2 വർഷമായിട്ട്, ഈ വർഷം കൂടി 3 വർഷമായിട്ട് നിധി കമ്പനിയുടെ ഓഡിറ്റ് റിപ്പോർട്ട് ഫയൽ ചെയ്തിട്ടില്ല. നിധി കമ്പനി, അതായത് MCAയിൽ ഫയൽ ചെയ്തിട്ടില്ല. അതായത് ഏകദേശം ഒരു പബ്ലിക്കിൽ നിന്ന് 300 കോടി എടുത്ത കമ്പനിയാണ്. ഒരു 3 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഫയൽ ചെയ്തിട്ടില്ല. ഈ വർഷം കൂട്ടുകയാണെങ്കിൽ 3 വർഷം തുടർച്ചയായിട്ട്. അന്ന് നിങ്ങൾ സംസാരിക്കുമ്പോൾ 2 വർഷം ഫയൽ ചെയ്തു. അപ്പോൾ ഫയൽ ചെയ്തിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നു ഇത് ഒരു സ്ഥാപനത്തിൽ ലോൺ കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ റൂള് പഠിക്കുമ്പോൾ നിധി കമ്പനി, ഇപ്പം താങ്കളൊരു മെമ്പർ ആണെങ്കിൽ ആ മെമ്പർക്ക് മാത്രമേ ലോൺ കൊടുക്കാൻ പാടുള്ളൂ. നിധി കമ്പനിയായിട്ടുള്ള ഏത് നിധി കമ്പനി മെമ്പറിന് ഡിപ്പോസിറ്റ് സ്വീകരിക്കാം. ഡിപ്പോസിറ്റ് സ്വീകരിക്കുന്ന എന്ത് റേറ്റ് ആണോ അതിൻ്റെ 7.5% കൂടുതലായിട്ട് മെമ്പർക്ക് അവൈലബിൾ. ഇവർക്ക് എത്ര ബ്രാഞ്ചുകളുണ്ട്? ഒരേ ഒരു ബ്രാഞ്ച്, ഒറ്റ ബ്രാഞ്ച്. പക്ഷേ തൃശ്ശൂര് ഒരേ ഒരു ബ്രാഞ്ച് 300 കോടിയോളം പലപ്പോഴായിട്ട് പിരിച്ചു. 300 കോടിയിൽ പിരിച്ചപ്പം റിന്യൂവൽസ് വന്നിട്ടുണ്ടാവും, മെച്യൂരിറ്റി വന്ന് കുറേ കൊടുത്തിട്ടുണ്ടാവും. ഇന്ന് ഏകദേശം 120 കോടി രൂപ ഡെഫിസിറ്റ് ആയിരിക്കും. അതിനുശേഷം നിങ്ങളത് കുറച്ചും കൂടെ സൂക്ഷ്മമായി പഠിക്കുക മാത്രമല്ല, ഞാൻ അതിൻ്റെ ഇവർക്കൊരു സെൻട്രൽ ബാങ്ക് ഉണ്ട്, ആ ബാങ്കിൽ ഞാൻ പോവുകയും ആ മാനേജറോട് സംസാരിക്കുകയും അവിടെ നിന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ക്യാഷ് ആൻഡ് ബാങ്ക്, അതായത് ആ ബ്രാഞ്ചിൽ ഇരിക്കുന്ന ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ക്യാഷും ആ ബ്രാഞ്ച് ഇന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മെച്യൂരിറ്റി കൊടുക്കേണ്ട തുകയും കൂടെ നോക്കുമ്പോൾ ഏകദേശം 120 കോടിയുടെ അടുത്ത് വരുന്ന ഒരു ഡെഫിസിറ്റ്. അപ്പോൾ ബിസിനസ്സിൽ നിന്ന് ലോസ് ആയതാണോ ദൈവമേ, അതൊരു ഷോക്കാണ്. ഇവൻ നമ്മളായിട്ട് ഒരു ബന്ധമില്ലെങ്കിൽ പോലും, ഇപ്പം NBFC ആയിട്ട് ബന്ധമില്ല, അപ്പോൾ നമുക്കൊരു NBFC ആയിട്ട് ബന്ധമില്ല, പക്ഷെ എന്നാലും അതൊരു ഷോക്കാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനെ ഒരു ക്യാഷ് ആൻഡ് ബാങ്കിൽ ഇത്രയും വലിയൊരു ഡെഫിസിറ്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊന്നും പ്രശ്നമില്ല, അതൊന്നും ബോധർ ചെയ്യണ്ട, നമ്മളൊത്തിരി അസറ്റ് മേടിച്ച് കൂട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അസറ്റ് ഇതായിട്ട് പറ്റില്ലല്ലോ, ഇത് പബ്ലിക്കിന് കൊടുക്കണ്ടേ. കാരണം 1 കോടി രൂപ നമ്മൾ പബ്ലിക്കിൽ നിന്ന് ഡിപ്പോസിറ്റ് സ്വീകരിച്ചാൽ കേരളത്തിലുള്ള എല്ലാ നിധി കമ്പനികളും, ഞാൻ ജനകീയ പ്രശ്നം എന്ന് പറയാൻ കാരണം കേരളത്തിലെ എല്ലാ നിധി കമ്പനികളും 11 തൊട്ട് 12% പലിശ കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ 1 കോടിക്ക് നിങ്ങൾ ഒരു വർഷം 12% പലിശ കൊടുക്കണം. നിങ്ങളുടെ ഇൻസെൻറ്റീവ്, ഇവർക്ക് എല്ലാവർക്കും ഇൻസെൻറ്റീവ് 1% തൊട്ട് 1.5% വരെ ഇൻസെൻറ്റീവ് ഉണ്ട്. കോൺടെസ്റ്റുകൾ നടത്തുന്നു, ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന ജീവനക്കാർക്കുള്ള. അതെ. അപ്പോൾ കോൺടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ 2% കോൺടെസ്റ്റുകൾക്ക് മാർക്കറ്റിംഗ് എക്സ്പെൻസ്, സാലറി, നിങ്ങളുടെ ഓപ്പറേഷണൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു നിധി കമ്പനി പോലും 16 തൊട്ട് 19% വരെ എക്സ്പെൻസ് ഇല്ലാണ്ട് നടക്കുന്നില്ല. ഫണ്ടിന് ഇത്രയും കോസ്റ്റ് വരുന്നുണ്ട് അല്ലേ? ഫണ്ടിന് മിനിമം കോസ്റ്റ്. അതിനെ മറികടക്കണമെങ്കിൽ
മിനിമം 22 തൊട്ട് 30% വരെ ഏൺ ചെയ്യണം. 22 to 30% ഏൺ ചെയ്തേ പറ്റുള്ളൂ. അപ്പം നിധിയുടെ റൂൾസ് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് സെക്യൂർഡ് അല്ലാത്ത ഫണ്ട് കൊടുക്കാൻ പാടില്ല. കാരണം നിങ്ങൾ മെമ്പേഴ്സിന് കൊടുക്കുന്നത്, ഇപ്പം ഞാൻ മെമ്പറാണ്, താങ്കൾ മെമ്പറാണ്, വേറെ ഒരു 10 പേര് മെമ്പറാണ്, താങ്കളുടെ പൈസ എനിക്ക് സ്വീകരിച്ച് അവർക്ക് എനിക്ക് കടം കൊടുക്കാം, അവർക്ക് ലോണായിട്ട് എനിക്ക് കൊടുക്കാം. അപ്പോൾ താങ്കൾക്ക് ഞാൻ 12% തരാണെങ്കിൽ 19% അവിടെ നിന്ന് മേടിക്കാൻ പാടുള്ളൂ. ഇത് റൂളാണ്. 7% കൂടുതൽ മേടിക്കാം, അത്ര പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഒരു മിസ്മാച്ച് ഉണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ഒരു കുറവ് വരാണ്ട് ഇത് മാനേജ് ചെയ്യാൻ പറ്റില്ല. നൗ ധനലക്ഷ്മിയുടെ കാര്യം വളരെ അതിശയോക്തിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗ്രാൻഡ് ധനലക്ഷ്മി നിധി, എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായത് 250 കോടി രൂപയുടെ മൈക്രോ ഫിനാൻസ് ഇവർ കൊടുത്തു. മൈക്രോ ഫിനാൻസ് ലോണുകൾ കൊടുക്കാൻ പാടില്ല, പക്ഷേ ഒരു ലാൻഡ് ടാക്സ് റെസീറ്റ്, മൈക്രോ ഫിനാൻസ് ലോണും കൊടുക്കാൻ പറ്റില്ല. നിധിക്ക് മൈക്രോ ഫിനാൻസ് ചെയ്യാൻ പാടില്ല. ഗോൾഡ് ലോൺ ചെയ്യാം, സെക്യൂർഡ് മാത്രമേ ചെയ്യാൻ പറ്റൂ. ലോൺ അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി കൊടുക്കാം. അതായത് കസ്റ്റമറുടെ ഡിപ്പോസിറ്റ് പൈസയാണല്ലോ. പൈസ ഒരാൾക്ക് ലോൺ കൊടുത്ത് തിരിച്ചിട്ടില്ല, റിക്കവറിക്ക് ഒരു സംവിധാനം ഉണ്ടാവണം. തകർന്നു പോലെ ഗോൾഡ് ലോൺ കൊടുക്കാം, പ്രോപ്പർട്ടി അഗൈൻസ്റ്റ് ആയിട്ട് കൊടുക്കാം. സെക്യൂർഡ് ആയിരിക്കണം, മസ്റ്റ് ആണ്. കാരണം ഡിപ്പോസിറ്റർ പൈസ. പിന്നെ ഇത്ര 250 കോടി രൂപ എങ്ങനെ മൈക്രോ ഫിനാൻസ്? 250 കോടി മൈക്രോ ഫിനാൻസിന് കൊടുത്തിട്ട് കേരളത്തിലെ ഒരുപാട് മൈക്രോ ഫിനാൻസ് കമ്പനികളിൽ 15 തൊട്ട് 25% വരെ NPA ഉണ്ട്. പക്ഷെ ധനലക്ഷ്മിക്ക് 95% റിക്കവറി ഉണ്ട്. അതിന്റെ അർത്ഥം ധനലക്ഷ്മി ആ ബിസിനസ്സിൽ നിന്ന് വളരെയധികം പ്രോഫിറ്റ് നേടി എന്നുള്ളതാണ്. അപ്പൊ അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം. പക്ഷെ അതിനുശേഷം ഈ 116 തൊട്ട് 120 കോടി രൂപയുടെ മുകളിൽ ഞാൻ ഇറങ്ങുമ്പോൾ 116 കോടി, ഒരു 120 കോടിയുടെ മുകളിൽ കാണാം. ആ ഡെഫിസിറ്റിനെ കുറിച്ചുള്ള അന്വേഷണമാണ് എന്നെ ഒരു 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 ഞാൻ പറയുന്ന ഒരു വലിയൊരു ഷാം അല്ലെങ്കിൽ ഒരു വലിയൊരു സ്കാം കേരളത്തിൻ്റെ ചരിത്രം നടക്കുന്നത് പറയാൻ കാരണം, നമ്മുടെ ഈ കേരളത്തിലുള്ള ഒരുപാട് ഓണ്ടർപ്രണേഴ്സ് അവർ നോക്കുന്ന, ചിലപ്പോൾ കേരളത്തിൽ വളർന്ന ഒരുപാട് കമ്പനി ഉണ്ടല്ലോ. കേരളത്തിന് 2009 അല്ലെങ്കിൽ 2005 കാലഘട്ടം നോക്കിയാൽ കേരളത്തിൽ നിന്ന് ഇത്രയും വളർച്ച, അന്ന് മുത്തൂറ്റ് എന്ന് പറഞ്ഞാലൊന്നും ഇന്ത്യയിൽ എല്ലാവരും അറിയില്ല, മണപ്പുറം എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയില്ല. അപ്പം ഇങ്ങനെ മുത്തൂറ്റ്, മണപ്പുറം, മിനി മുത്തൂറ്റ്, അങ്ങനെ ചില ബ്രാൻഡുകൾ തലമുറകൾ എടുത്ത് പ്രവർത്തന മികവ് കൊണ്ട് നാഷണൽ ഫ്രെയിമിലോട്ടെത്തി ഭയങ്കരമായിട്ടുള്ള വാല്യുവേഷൻ ഈ കമ്പനികൾക്ക് വരുന്നു. എന്നാൽ ഇപ്പം മുത്തൂറ്റ് എടുത്തു നോക്കിയാൽ അവരെ ഒരുപാട് ലക്ഷറിയസ് ആയിട്ട് കാണാൻ പറ്റില്ല. ഞാനതൊരു നേട്ടമായിട്ട് പറഞ്ഞു. ഒരു ഓണ്ടർപ്രണറെ സംബന്ധിച്ച് അവർ ഇങ്ങനെ ഒരു പ്രൈവറ്റ് ജെറ്റ് മേടിച്ച് നടക്കുക അങ്ങനെയൊന്നും ഇല്ല. കാരണം ഞങ്ങളൊക്കെ വളരെ അടുത്ത് പ്രവർത്തിച്ച ആൾക്കാരാണ്. എപ്പോഴും ഞങ്ങളോട് പറയുന്നത് ഇത് ഇൻവെസ്റ്റേഴ്സിൻ്റെ പൈസയാണ്, ഇൻവെസ്റ്റ്. പക്ഷേ വാല്യുവേഷൻ വന്നപ്പം നമ്മുടെ ഇവിടെയുള്ള ഒരുപാട് ഓണ്ടർപ്രണേഴ്സ് അതിനെക്കുറിച്ച് മോഹിച്ചെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എടുത്തു പറയാൻ കാരണം ഞാൻ പറഞ്ഞില്ല, എൻ്റെ കൂടെ പ്രവർത്തക സഹപ്രവർത്തകർ ഒരുപാട് പേരാണ് ഈ കമ്പനികൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ കാണുമ്പം ഈ നിധി കമ്പനി തുടങ്ങിയിട്ട് ഈ കൺസൾട്ടൻസി എന്ന ഫേമിൽ 30 കോടി 32 കോടി പേയ്റ്റ് കൊടുക്കുകയാണ് വിപിൻ ദാസിന്റെ നിർദ്ദേശത്തിൽ. ഇപ്പോൾ നമ്മൾ നിധി കമ്പനിയുടെ കാര്യം, നിധി കമ്പനിയിൽ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് നിധി കമ്പനിയിൽ 116 കോടി രൂപ എങ്ങനെയാണ്, 116 തൊട്ട് 120 കോടി എങ്ങനെയാണ് ലാൻഡുകൾ മേടിച്ചു കൂട്ടുന്നു. ഇപ്പം ധനലക്ഷ്മിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പൊന്നൂക്കരയിൽ ഒരു 1.5-2 ഏക്കർ ലാൻഡ് വാങ്ങുന്നു, തൃശ്ശൂർ റൗണ്ടിൽ ഒരു 5.5 സെന്റ് സ്ഥലം വാങ്ങുന്നു, ഫ്ലാറ്റ് വാങ്ങുന്നു, ദുബായിൽ ആഡംബര കല്യാണത്തിന്റെ കഥ ഇങ്ങനെ വായിച്ചിരുന്നു, ആദിവാസി യുവതി യുവാക്കളുടെ കല്യാണം. അപ്പം അദ്ദേഹത്തിന് ഇപ്പം എല്ലാവർക്കും പ്രസിദ്ധമായിട്ട് വരാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധി വളരെ വേഗതയിൽ ആർജിക്കണമെന്ന് ഒരു ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം അതിന് നോക്കിയൊരു വഴി എന്ന് പറഞ്ഞാൽ ആദിവാസി യുവതി യുവാക്കളുടെ കല്യാണം. ഞാൻ ചെന്ന് ഒരു 10-12 ദിവസമില്ല, യുവതി യുവാക്കളുടെ കല്യാണം നടത്തുകയാണ്. അപ്പോൾ എൻ്റെ കുടുംബസമേതം വിളിച്ചു, ഞാൻ കുടുംബസമേതം പോയി. ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനത്തെ ഒരു കല്യാണം കണ്ടില്ല. അതുപോലത്തെ ഒരു കല്യാണം, വലിയൊരു കല്യാണം തിരുവനന്തപുരത്ത് വെച്ച്. ഉത്രാടം കൊട്ടാരത്തിൽ നിന്ന് തമ്പുരാട്ടി ഉൾപ്പെടെ വന്ന് അനുഗ്രഹിച്ചു. അപ്പോൾ ഈ കല്യാണത്തിന് എങ്ങനെ പോയാലും ഒരു 5 കോടി രൂപയുടെ ചിലവ് വരുന്നത്. കാരണം വധുവരന്മാർക്ക് സ്വർണം കൊടുത്തു. ലാഭത്തിൽ നിന്നുള്ള പൈസയല്ല, ജനങ്ങളുടെ പൈസയാണ്. അല്ലാണ്ട് ലാഭം എവിടെ? ധനലക്ഷ്മിയുടെ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ 1 രൂപ പോലും ലാഭം. ഇതൊക്കെ നിധിയിൽ നിന്ന് എടുക്കുന്ന പൈസ ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ടേ, നിധിയിൽ നിന്ന് എടുക്കുന്ന പൈസ. അപ്പം ഈ കല്യാണത്തിന് ബ്ലാക്ക് മണിയിലാണ് പൈസ ചെലവിട്ടേക്കുന്നത്. അപ്പോൾ ഈ ചെലവിട്ടേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിലോട്ടാണ് ഞാൻ വരുന്നത്. ഇപ്പം നിധി കമ്പനിയിൽ മൈക്രോ ഫിനാൻസിന് ലോൺ കൊടുക്കുന്നത്. ലെറ്റ്സ് സേ 50,000 രൂപ താങ്കൾക്ക് ലോൺ തന്നു. ഈ ലോൺ തരുന്ന 50,000 രൂപ താങ്കളുടെ ബാധ്യതയാണ്. അപ്പം ലോൺ കൊടുക്കുന്നത് ഏകദേശം 38,000-39,000 രൂപ. ബാക്കി 11,000 രൂപ മറച്ചു പിടിക്കുന്നു. പക്ഷേ കസ്റ്റമറോട് പറയുന്ന ഒരു സ്ലിപ്പ് ഒപ്പിട്ട് വാങ്ങും, കസ്റ്റമർ നിങ്ങൾക്ക് പ്രൊഡക്റ്റ്
ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്ന ഏർപ്പാടല്ല ഈ മൈക്രോ എല്ലാവരും ചെയ്യുന്നത്, എല്ലാ മൈക്രോ ഫിനാൻസ് കമ്പനിയും ചെയ്യുന്നു. അതൊരു നിർബന്ധിതമായിട്ട് അങ്ങ് പ്രൊഡക്റ്റ് അടിച്ചു. ഇപ്പോൾ താങ്കളുടെ വീട്ടിലൊരു 10 ഫാൻ ഉണ്ടെങ്കിൽ 11ാമത്തെ ഫാനും കൂടെ താങ്കളുടെ വീട്ടിൽ വരും. പക്ഷേ മൈക്രോ ഫിനാൻസ് ചെയ്യുന്ന കമ്പനികൾ മനസ്സിലാക്കുന്നത് 50,000 രൂപ മേടിച്ചിട്ട് 38,000 രൂപ തരുള്ളൂ, ബാക്കി ഒരു സ്ലിപ്പ് എഴുതി വാങ്ങും. ആ ബാലൻസ് പൈസ ഈ ധനലക്ഷ്മി എന്റർപ്രൈസസിനും കൺസൾട്ടൻസി രണ്ടിലും പ്രൊഡക്റ്റ് ഇവർ വാങ്ങിച്ചിട്ടുണ്ട്. ഈ പ്രൊഡക്റ്റ് മേടിക്കാൻ വേണ്ടി അതിൻ്റെ ഒരു പോർഷൻ കൊടുക്കും. അത് വൈറ്റ് ആയിട്ട് കൊടുക്കും. ബാലൻസ് കിടക്കുന്ന ബ്ലാക്ക് പോർഷൻ അത് ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്യും. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ എൻ്റെ കണക്കുകൂട്ടൽ ഞാൻ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ ഏകദേശം 32 കോടി രൂപയെങ്കിലും ബ്ലാക്കിൽ പൈസയായിട്ട് ആ സെൻട്രൽ പൂളിൽ നിന്ന് വലിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഇൻകം ടാക്സിന് കണ്ണിൽ പെട്ടില്ല എന്നുള്ളതാണ്. 2 ബാങ്കുകളെ ചോദ്യം ചെയ്യണം. ക്യാഷ് വിത്ഡ്രോൾസ് ബാങ്കുകൾ ശ്രദ്ധിക്കാറുണ്ട്, ബാങ്കുകൾ ഓട്ടോമൈസ്ഡ് ആയിട്ട് തന്നെ അത് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. സ്വാഭാവികമായിട്ടത് അവരുടെ ഒരു എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്നുള്ള ഒരു വലിയ ചോദ്യമാണ്. അതെ, അത് ഒരു ബ്ലാക്ക് ഏരിയ ആണത്. ബ്ലാക്ക് ഏരിയയാണ്. കാരണം അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിയുമ്പം ഇതെല്ലാം ഇത് പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് ഇതെല്ലാം എത്തിച്ചേരുന്ന വലിയ വലിയ വിപത്തിലോട്ടാണ്. അപ്പൊ അത് ഒരു കാര്യം. അപ്പൊ അത്തരത്തിൽ അവരത് ബ്ലാക്ക് മണി ആയിട്ട് മാറ്റുന്നുണ്ട് എന്നുള്ളതാണല്ലോ നിങ്ങൾ ആർഗ്യൂ ചെയ്യുന്നത്. ഇത്രയും ലാൻഡും അസറ്റ് അല്ല. അത് 2020 മുമ്പ് അദ്ദേഹത്തിന്റെ അസറ്റും 2020 ശേഷം അദ്ദേഹത്തിന്റെ ഇൻകം ടാക്സും കൂടെ പരിശോധിച്ചാൽ അതിൽ ഒരു വലിയ വ്യത്യാസം. അതിനേക്കാൾ ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള കാര്യം ഇൻകം ടാക്സ് ശ്രദ്ധിക്കാത്തൊരു കാര്യം, അല്ലെങ്കിൽ RBI ശ്രദ്ധിക്കാത്തൊരു കാര്യം. ഈ NOF എന്ന് പറയുന്ന RBIക്ക് വളരെ ക്ലിയറാണ്. എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് ഇപ്പോൾ ഒരു NBFC നടത്തണമെങ്കിൽ സ്റ്റേയിങ് പവർ RBIക്ക് അറിയണം. അതുകൊണ്ട് നിങ്ങൾ പണം പിരിക്കുന്നതനുസരിച്ച് വലുതാവുന്നതനുസരിച്ച് നിങ്ങൾ ബേസ് ലെയർ ആണോ, ബേസ് ലെയർ NBFC ആണോ, അപ്പർ ലെയർ ആണോ, അല്ലെങ്കിൽ മിഡിൽ ലെയർ ആണോ, നിങ്ങൾ നെറ്റ് ഓൺ ഫണ്ട്സ് വരണം. ഒന്നിലും നിങ്ങൾ സ്വന്തമായിട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ പ്രോഫിറ്റ് നിങ്ങൾ ജനറേറ്റ് NBFC-ലേക്ക് വരണം. സ്വന്തം പൈസ വരണം. പ്രൊമോട്ടർമാരുടെ വിഹിതം ഏകദേശം 9 കോടി രൂപയാണ് 2020 മുമ്പ് ഒന്നുമില്ലായിരുന്ന ഒരു വിപിൻ ദാസ്, ഡോക്ടർ വിപിൻ ദാസ്, 10ാം ക്ലാസ് വിദ്യാഭ്യാസം ഇല്ലാത്ത വിപിൻ ദാസ്, ഡോക്ടർ സർ വിപിൻ ദാസ് എന്നൊക്കെ കണ്ടായിരുന്നു. അദ്ദേഹം ഡോക്ടർ എന്ന് പറയുന്നത് ഒരു ഓണറി ഡോക്ടറേറ്റ് ആയിരിക്കണം. കോങ്കോ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അദ്ദേഹം ആ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. 2.5 ലക്ഷം രൂപ കൊടുത്ത് കരസ്ഥമാക്കി. ഈ അടുത്ത സാർ പദവിയും കൂടെ എടുത്തു, അതും ബാങ്കോക്കിൽ നിന്നാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ഒരു കേരളത്തിൽ ഒരുപാട് പേരുണ്ട്. അതൊക്കെ അവരുടെ ഒരു താല്പര്യം. അങ്ങനെ 9 കോടി രൂപ NOF അതിലേക്ക് അത് അദ്ദേഹത്തിന്റെ ഇൻകം ടാക്സ് റിഫ്ലക്ട് ചെയ്യുന്ന ഒരിക്കലും റിഫ്ലക്ട് ചെയ്യില്ല. അത് റിഫ്ലക്ട് ചെയ്തിട്ടില്ല. പിന്നെ ആ 9 കോടിക്കുള്ള വരുമാനം എന്താ? അതും ഈ 116 കോടിയുടെ ഉള്ളിൽ നിന്ന് വന്ന 9 കോടിയാണ്. തീർച്ചയായിട്ടും നിധി കമ്പനിയിൽ നിന്ന് ജനങ്ങളുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ് അവിടുത്തെ ഓരോ ഡയറക്ടേഴ്സും എടുത്തിട്ട് അവരുടെ ഷെയർസിന് എഗൻസ്റ്റ് ആയിട്ടും എല്ലാം കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് 19 കോടി NOF ഉള്ള ധനലക്ഷ്മി ഹയർ പർച്ചേസ് ലീസിങ്ങിന്റെ 1 രൂപ പോലും പ്രൊമോട്ടർ സ്വന്തം പൈസയില്ല. ഏതെങ്കിലും ഒരു ഡിപ്പോസിറ്റർ. ഞാനിതൊരു ജനകീയ പ്രശ്നം എന്ന് പറയാൻ ഒരു കാരണം കൊണ്ടുണ്ട് സർ. ഇപ്പം എന്നെ സംബന്ധിച്ച് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ കണ്ട ഏറ്റവും വലിയൊരു സങ്കടകരമായ കാര്യം 40 വയസ്സിന് താഴോട്ടാണ് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഫിക്സഡ് ഡിപ്പോസിറ്റോട് ഒരു ക്രേസ്. 2 കാരണമുണ്ട്. ഫിക്സഡ് ഡിപ്പോസിറ്റ് അവർ ചേർക്കുമ്പോൾ മാനേജ്മെൻറ്റ് സ്ട്രോങ് ആണെങ്കിൽ റിസ്ക് ഇല്ല, ഷെയർ പോലെ റിസ്ക് ഇല്ല. കാരണം ഷെയറിനെ കുറിച്ച് എനിക്ക് അറിവില്ല. ഫിക്സഡ് ഡിപ്പോസിറ്റ് പിന്നെ നല്ല റിട്ടേൺസ് ബാങ്കുകളെക്കാൾ കൂടുതൽ കിട്ടും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ കൊണ്ട് 40 വയസ്സ് എൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്ന കാലഘട്ടത്തിൽ ഒരു പെൻഷന് വേണ്ടി ഞാൻ കരുതി വെച്ചേക്കണ തുക, എൻ്റെ മക്കളുടെ കല്യാണത്തിന് വേണ്ടി കരുതി വെച്ചത്. ഇപ്പം ഞാൻ വിപിൻദാസിന് കൊടുത്ത 2.5 കോടിയിൽ എൻ്റെ കയ്യിലിരുന്ന സ്വർണം എൻ്റെ കൂട്ടുകാരുടെ, എൻ്റെ റിലേറ്റീവ്സിൻ്റെ 1,40,00,000 രൂപയുടെ നിധിയിൽ നിന്ന് ഗോൾഡ് ലോൺ എടുത്തിട്ടാണ് ഞാൻ 2.5 കോടി രൂപ എൻ്റെ കയ്യിലെ പൈസ. അത് എൻ്റെ കുഞ്ഞിൻ്റെ എഡ്യൂക്കേഷന് വേണ്ടി പൈസ വെച്ചാൽ. അപ്പം നമ്മളിങ്ങനെ ഇത്രയോ കാലം സ്വരുകൂട്ടി വെച്ചേക്കുന്ന പൈസയാണ് ഈ ഡിപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. സാധാരണക്കാരുടെ കാര്യത്തിൽ അതൊരു ജീവൽ പ്രശ്നമായി മാറും. ഇത് നമുക്ക് ഞാൻ പത്രം വായിക്കുമ്പോൾ 5 കോടി രൂപയ്ക്ക് ബഹളമുണ്ടാക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ 10 കോടി രൂപ തട്ടിപ്പ്, 100 കോടി രൂപ തട്ടിപ്പ്, നിങ്ങൾ നിധി കമ്പനികൾ എടുത്ത് നോക്ക്. അസറ്റ് ലയബിലിറ്റി മിസ്മാച്ച് വളരെ. ഈ അസറ്റ് ലയബിലിറ്റിയെ കുറിച്ച് ആൾക്കാർ സംസാരിക്കാത്ത എന്താണെന്ന് ഞങ്ങൾക്ക് ഒരിക്കലും അറിയില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പഠന കാലഘട്ടത്തിൽ, കാരണം ഞാനത് പറയാൻ കാരണം വെച്ചാൽ ഞാൻ STFC-യിൽ 10 പ്രൊമോഷൻ കിട്ടിയ ഒരാളാണ്. അതിനുശേഷം ഞാൻ മുത്തൂറ്റ് ചെല്ലുമ്പോൾ താങ്കൾ പറഞ്ഞ പോലെ വൺ ഓഫ് ദ യങ്ങസ്റ്റ് ആണ് പ്രോബബ്ലി കേരളയിലെ അല്ലെങ്കിൽ. ഇപ്പം എന്നെ പഠിപ്പിക്കുന്നത് ഒരു ബ്രാഞ്ചിലിരുത്തിയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്നോട് പറയുന്നൊരു കാര്യം, ഇന്ന് ബാങ്കിൽ നിന്ന് 10 കോടി വന്നാൽ നാളെ രാവിലെ ആ 10 കോടി പബ്ലിക്കിലേക്ക് എത്തിക്കോളാം. കാരണം എങ്കിലാണ് ഈ ബാങ്കുകൾക്ക് കൊടുക്കേണ്ട പലിശ തിരിച്ചു കിട്ടുള്ളൂ. എന്നോട് പറയും ക്ലോക്ക് ടിക്കുകയാണോ എന്ന് പറയും. അപ്പോൾ ഇത് ആദ്യമൊക്കെ നമുക്ക് ഒരു സെക്കൻഡിൽ നമ്മൾ ചോദിക്കും ജോണിയൊക്കെ. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് പബ്ലിക്കിൻ്റെ പൈസയാണ്. നമുക്ക് നിധി കമ്പനിയിലേക്ക് ഒന്ന് തിരിച്ചു വരാം.
നിധി കമ്പനിയിൽ ഇപ്പോൾ ഈ മൈക്രോ ഫിനാൻസ് നടത്താൻ പാടില്ല, നടത്തി അൺസെക്യൂർഡ് ആയിട്ട് ലോൺ കൊടുത്തു. സെക്യൂർ ആക്കുന്നത് ലാൻഡ് ടാക്സ് റെസീറ്റ് മേടിച്ച് വെച്ച് സെക്യൂർ ആക്കുന്നു. സെക്യൂർഡ് എന്ന് പറയുന്നത് അത് പക്ഷേ ഒരു നിധി കമ്പനികളിലും മൈക്രോ ഫിനാൻസിന് വേണ്ടി നിങ്ങൾ പൈസ വെച്ച് ചെല്ലുമ്പോൾ സർക്കാർ ഇടപെടുന്ന കേസുകളുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകർ ഇടപെടുന്ന കേസുകളുണ്ട്, സാമുദായിക പ്രവർത്തകർ ഇടപെടുന്ന കേസുണ്ട്, പൈസ ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്ന പോലീസുണ്ട്. അപ്പം മിക്ക നിധി കമ്പനിയിലും 15 തൊട്ട് 20% വരെ NPA ഇല്ലാതെ നിധി കമ്പനികളില്ല. ഈ നിധി കമ്പനികളിൽ ഈ ഗോൾഡ് മൈക്രോ ഫിനാൻസ് നിധി കമ്പനികളിൽ മൈക്രോ ഫിനാൻസ് ഈ നിധി കമ്പനികളിൽ ഇനി ആ രീതിയിൽ ഇത്രയും പൈസ വന്നു, ചെലവഴിക്കപ്പെട്ടു, പോയി. ഈ ഒരൊറ്റ ബ്രാഞ്ച് വെച്ചുകൊണ്ട് ഇവർ ഇത്രയും പൈസ കളക്ട് ചെയ്തു എന്ന് പറയുന്നത് വലിയ അത്ഭുത. തൃശ്ശൂർ ഒറ്റ ബ്രാഞ്ചാണുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് എങ്ങനെയാണ് ഈ പൈസ കളക്ട് ചെയ്തത്? ഞാൻ നോക്കുമ്പോൾ തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കളക്ഷൻ വന്നിട്ടുള്ളതായിട്ട് കാണുന്നു രേഖകളിൽ. അതായത് NBFCയുടെ സ്റ്റാഫിനെ വെച്ചിട്ടാണ് ഇവർ ഫിക്സഡ് ഡിപ്പോസിറ്റ് മുഴുവൻ കളക്ട് ചെയ്തേക്കുന്നത്. റിക്കറിംഗ് ഡിപ്പോസിറ്റ്, ഫിക്സഡ് ഡിപ്പോസിറ്റ് മൊത്തം കളക്ട് ചെയ്തേക്കുന്നത് NBFC സ്റ്റാഫിനെ വെച്ചിട്ടാണ്. NBFCനെ മുന്നിൽ നിർത്തിയിട്ടാണ് ബാക്ക് എൻഡിലൂടെ നിധി കമ്പനികൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് ഒരേ പേരിൽ 2 കമ്പനികൾ ഉള്ളതുകൊണ്ട് അതെ, ഇത് ധനലക്ഷ്മിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. കഴിഞ്ഞ ഒരു 10 വർഷം എടുത്തു നോക്കിയാൽ എത്രയോ സ്ഥാപനങ്ങൾ ഇവിടെ പൊട്ടിപ്പോയി, എത്രയോ സ്ഥാപനങ്ങൾ തകർച്ച നേരിട്ടു. ഞാനൊക്കെ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു 8 വർഷം മാറിയുന്ന ഒരാളാണ്. ആ 8 വർഷം എത്രയോ സ്ഥാപനങ്ങൾ തകർച്ച നേരിട്ടു. അപ്പോഴൊന്നും കാരണം ഞാൻ വ്യക്തമായിട്ട് പറയാൻ കാരണം വെച്ചാൽ ഇതിലെല്ലാം നടക്കുന്ന പോസ്റ്റ്മോർട്ടമാണ്. ഒരു പ്രിവെൻറ്റീവായിട്ടുള്ള ഒരു വിജിലൻറ്റ് ഓപ്പറേഷൻസ്, അല്ലെങ്കിൽ പ്രിവെൻറ്റീവായിട്ടുള്ളൊരു തടയൽ, അല്ലെങ്കിൽ മുൻകൂട്ടി തടഞ്ഞാൽ ഇവരെല്ലാം ചിലപ്പോൾ ബെറ്ററായി പോയേനെ. ഇപ്പോൾ റെഗുലേറ്റേഴ്സ് ഉൾപ്പെടെ ചോദിച്ചപ്പോൾ ROCയുടെ അണ്ടറിലാണ് നിധി കമ്പനി വരുന്നത്, രജിസ്ട്രാർ ഓഫ് കമ്പനീസിനുണ്ട്. അപ്പോൾ അദ്ദേഹം ROCയുടെ പ്രവർത്തനം കറക്റ്റായിട്ട് ചെയ്തെങ്കിൽ ഈ നിധിയിൽ ഈ തട്ടിപ്പ് വരില്ല. അല്ല, ഏറ്റവും ചുരുങ്ങിയ ഒരു കാര്യം, 3 വർഷത്തെ ഫയലിംഗ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടില്ല എന്നിരിക്കെ ഒരു ധനകാര്യ സ്ഥാപനം പബ്ലിക്കിൽ നിന്ന് ഫണ്ട് മേടിക്കുന്നത് വലിയൊരു ഒരു വിശ്വസിക്കാനാവാത്തൊരു വീഴ്ചയാണ്, വലിയൊരു ആപത്താണ്. അത് ROC 3 വർഷമായിട്ട് ആ ഫയലിംഗ് സംബന്ധിച്ചൊരു ചോദ്യം ഉന്നയിച്ചിട്ടില്ല. അത് നിങ്ങളുടെ എന്തെങ്കിലും നോട്ടീസോ ROCയുടെ നോട്ടീസോ മറ്റോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ആ സമയത്ത്? എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ ROC അതിനകത്ത് ഒരുപാട് ചോദ്യങ്ങൾ അവരോട് ചോദിച്ചു എന്നാണ് ഇന്ത്യയിൽ എനിക്ക് അറിയാൻ സാധിച്ചത്. പക്ഷെ നടപടിയിലോട്ട് കടക്കുന്നില്ല. ഈ നടപടിയിലോട്ട് കടക്കാൻ നേരത്ത് പോലീസ് ആയാലും പറയുന്നു ജനങ്ങൾ പരാതിപ്പെടട്ടെ, ROC പറയുന്നു ഞങ്ങൾക്ക് ഒരുപാട് പരാതികൾ കിട്ടട്ടെ. അത് കൊണ്ടെത്തിക്കുന്നത് ഒരു ചെറിയ തീർക്കാവുന്ന ഒരു പ്രശ്നത്തിൻ്റെ രോഗം വന്നിട്ടുള്ള ചികിത്സയുള്ളൂ. രോഗം വന്നാൽ ഇപ്പോൾ രോഗത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് ചികിത്സിക്കുക, രോഗം വരുന്നതിന് മുമ്പ് രോഗം വരാൻ ചാൻസ് ഉണ്ടെന്ന് ചികിത്സിക്കാം. പക്ഷേ ഇത് ക്യാൻസറിൻ്റെ 4ാം സ്റ്റേജിലോട്ട് 5ാം സ്റ്റേജിലും പോയിട്ട് നമ്മൾ അതിൻ്റെ ചികിത്സ തേടുന്നത് കൊണ്ട് ഓഫ് കോഴ്സ് നമുക്ക് എന്നാലും കുറേ കാലം ജീവിക്കാം. പക്ഷെ എന്നാലും അതൊരു വലിയൊരു ദുരന്തമല്ലേ. അതെ. അപ്പോൾ ഈ നിധി കമ്പനി ROCയുടെയും MCAയുടെയും ഒക്കെ നിയന്ത്രണത്തിലുള്ള ഈ നിധി കമ്പനിയിൽ ഇത്ര ഫയലിംഗ് പൂർത്തിയാക്കി. ROC മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആയിരക്കണക്കിന് ആൾക്കാരല്ലേ ഡിപ്പോസിറ്റേഴ്സ്. അതെ, ഡിപ്പോസിറ്റ് നിധി നടത്തുന്ന ഒരു പബ്ലിക് മണിയാണ്. നിധി നടത്തുന്ന ഒരു ബൈജു ചുള്ളിയിൽ അല്ലെങ്കിൽ ഒരു സുനിൽ നിധി തുടങ്ങിയ വിപിൻ ദാസ്, അല്ലെങ്കിൽ വിപിൻ ദാസിൻ്റെ എന്താ പറയുന്ന ബിനാമി കമ്പനികളിലോട്ടാണല്ലോ ഈ ഫണ്ട് ഇത്രയും 21 കോടി രൂപയോളം എൻ്റർപ്രൈസിലും 30 കോടി ഇവിടെ, പിന്നെ വിപിൻ ദാസ് NOF കൊണ്ടുവരാൻ വേണ്ടി സ്ഥലങ്ങൾ മേടിച്ചു കൂട്ടാൻ വേണ്ടി. പക്ഷെ അവർ കുറച്ച് പേരേ ഉള്ളൂ, സഫർ ചെയ്യുന്ന 8000 കണക്കിന് ആൾക്കാർ. വിപിൻ ദാസിൻ്റെ കൂടെയുള്ള പ്രൊമോട്ടർമാർ ഇപ്പം നിധി കമ്പനിയുടെ ഡയറക്ടേഴ്സ് അല്ലല്ലോ. നിധി ദാസ് കൂടെയുള്ള പ്രൊമോട്ടർമാർ കുറച്ച് പേര് നിധി കമ്പനി ഡയറക്ടേഴ്സാണ് ഇപ്പം നിലവിലാണ്. വിപിൻ ദാസ് നിലവിലാണ്. അവർക്ക് ആ പ്രശ്നത്തിന് രൂക്ഷത അറിയാം. കാരണം ഞാൻ മാർച്ച് 2ാമത്തെ ആഴ്ചയ്ക്ക് ശേഷം ഞാൻ വിപിനെ വിളിച്ച് പറയുകയും ഞാൻ എക്സ്ട്രാ ഓർഡിനറി ബോർഡ് മീറ്റിംഗ് വിളിച്ച് കൂട്ടുകയും ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യം നന്നാക്കാനാണ് നോക്കിയത്. നിധി കമ്പനിയിലെ ഇത് ക്രമവിരുദ്ധമാണ് എന്ന് ഏതാണ്ട് ഇത്രയും പൈസയുടെ വ്യത്യാസമുണ്ടോ എന്നൊക്കെ കണ്ടെത്തി. സമാന സ്വഭാവമായിട്ട് ഇതിപ്പോൾ അവിടെ ഈ NBFC സ്വാഭാവികമായിട്ട് NBFCയുടെ കാര്യം കുറച്ചും കൂടി സൂക്ഷ്മമായിട്ട് നോക്കിയിട്ടില്ലേ? അപ്പോൾ NBFCയിൽ എന്തായിരുന്നു ഒരു സിറ്റുവേഷൻ? NBFCയിൽ എൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞില്ല, ഏകദേശം 20 മണിക്കൂറോളം ഞാൻ ജോലി ചെയ്യുമായിരുന്നു. അപ്പം എൻ്റെ ഒരു കാലഘട്ടത്തിൽ 3 ടയർ 4 ടയറിൽ ധനലക്ഷ്മി എന്ന് പറയുമ്പം ആ ഗ്രാമങ്ങളിലെല്ലാം ആ പേരറിയാം. അതൊരു വളരെ ക്യാച്ചി ആയിട്ടുള്ള ബാങ്കിൻ്റെ പേരെന്നുള്ള. അപ്പോൾ ഞാനായിട്ട് തുടങ്ങിയ ബ്രാഞ്ചസ് കസ്റ്റമർ വാക്കിൻസ് വരുന്നു. 4 വർഷം കൊണ്ട് ഇവർ ചെയ്ത ഗോൾഡ് ലോൺ വെറും 4 മാസം കൊണ്ട് ഞാൻ ഡബിൾ ചെയ്യുന്നു. ഞാൻ പറയുന്നതിൻ്റെ സഹപ്പുറത്ത് വരെ ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനുശേഷം ഈ നമ്മുടെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള IT കാര്യങ്ങളിലേക്ക് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അവിടെ സോഫ്റ്റ്വെയറിൽ ഒരുപാട് ഇഷ്യൂസ്. ഈ കമ്പനി പ്രോഫിറ്റബിൾ ആയിട്ടാണോ പോകുന്നത്? 2 വർഷമായിട്ട് പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്തേക്കാണ്, പക്ഷെ അതൊന്നും പ്രോഫിറ്റ് അല്ല. NBFCയുടെ ഉള്ളിൽ തന്നെ ഏകദേശം 22 കോടി രൂപ തട്ടിപ്പെടുന്നുണ്ട്.
22 കോടി 22 കോടി തട്ടിപ്പ്. അങ്ങനെ പറയാൻ എന്താ സ്പെസിഫിക് പറഞ്ഞാൽ ഇപ്പം ഞാൻ അതാ പറഞ്ഞത്, സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഇഷ്യൂസ് കണ്ടപ്പം പുതിയ സോഫ്റ്റ്വെയറിൻ്റെ ആൾക്കാരെ വിളിച്ചപ്പം അവർക്ക് പ്രവർത്തിക്കാൻ കൊടുത്തപ്പോൾ അവർ ഒരു ദിവസം എന്നെ വന്ന് കണ്ടിട്ട് എന്നോട് പറഞ്ഞു, സാർ ഇതിന് ഓട്ടോ ലോൺ ബുക്സ് ക്ലിയർ ആയിട്ട് വരുന്നില്ല, ഞങ്ങൾക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. അപ്പോഴാണ് ഞാൻ എൻ്റെ CFOനെ ക്വസ്റ്റ്യൻ ചെയ്യുകയും പഴയ റെക്കോർഡ്സ്, പഴയ ആനുവൽ, ഈ ആനുവൽ റിപ്പോർട്ട്സൊക്കെ RBIക്ക് ഫയൽ ചെയ്യുന്ന എല്ലാ ഫൈനാൻഷ്യൽ റിപ്പോർട്ട് എവരി 3 month റിപ്പോർട്ടിംഗ് ഉണ്ട്, അത് ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണല്ലോ, കഴിഞ്ഞതാണ്. അപ്പോൾ ഓട്ടോ ലോണിൽ ഇവർ ചെയ്തേക്കുന്നത് വെച്ചാൽ ഏകദേശം 2200 ഓട്ടോ ലോൺ, ക്ലോസ്ഡ് ഓട്ടോ ലോണിൽ അത് ബുക്ക് അങ്ങ് ഓപ്പൺ ചെയ്ത് ഒരു 10 ദിവസം അടച്ചില്ല, 20 ദിവസം അടച്ചില്ല, 30 ദിവസം അടച്ചില്ല എന്ന് പറഞ്ഞിട്ട് വളരെ ഹ്യൂജ് ലെവലിലുള്ള പെനാൽറ്റി അടിച്ചേക്കാണ്. ഇത് പെനാൽറ്റി അടിക്കുന്നത് ഇൻകമായിട്ട് വരും, ഇൻകമായിട്ട് റിഫ്ലക്ട് ചെയ്യിക്കാനാണ്. ഇൻകമായിട്ട് റിഫ്ലക്ട്. എത്ര അക്കൗണ്ടുകളുണ്ടത്? 2200 അക്കൗണ്ട്. ഒരു എത്ര കോടി രൂപയുടെ ഒരു 44-45 കോടി രൂപയുടെ ബുക്ക് സൈസ് ആയിരുന്നു ഞാൻ ചെല്ലുമ്പം. ഞാൻ ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. അതിലൊരു 2200 അക്കൗണ്ടിൽ, അത് ഞാൻ ചെല്ലുന്ന, ഞാൻ ഫെബ്രുവരി 16-19 തീയതിയാണ് ഞാൻ ചെല്ലുന്നത്. അപ്പം ആ ഫിനാൻഷ്യൽ അവിടെ തീരാണ്. ആ ഫിനാൻഷ്യൽ ഇയറും അതിന് മുമ്പത്തെ ഫിനാൻഷ്യൽ രണ്ട് ഫിനാൻഷ്യൽ ഇയർ അതൊന്നും ഞാൻ സൈൻ ചെയ്തില്ല. അപ്പോൾ ഈ ഇഷ്യൂ വരുന്നതെന്ന് വെച്ചാൽ ഞാൻ വിപിനോട് പറയുകയാണ്, ഈ ഒരു ക്രമക്കേട് കണ്ടുപിടിച്ചു നിങ്ങൾ, CFOനെ ക്വസ്റ്റ്യൻ ചെയ്തു, മറ്റെന്തെങ്കിലും തരത്തിലുള്ള അതാ അതിലോട്ട് വരും. CFOനെ ക്വസ്റ്റ്യൻ ചെയ്തു. CFO ഉടനെ വിപിനോട് പറഞ്ഞു, വിപിന് ഫോൺ വരികയാണ്, ഞാനല്ല അക്കൗണ്ട്സ് നോക്കിയിരുന്നു. ഞാൻ പറഞ്ഞു, ചെയർമാനും MD ആയിരുന്നു താങ്കൾ, അക്കൗണ്ട്സ് നോക്കില്ല അങ്ങനെ പറയും. ഞാൻ പറഞ്ഞു, ഞാൻ സൈൻ ചെയ്യില്ല, ഈ വർഷത്തെ ഫിനാൻഷ്യൽസ് ഞാൻ സൈൻ ചെയ്യില്ല, എനിക്ക് കൃത്യമായ കാര്യങ്ങൾ അറിയണം, എനിക്ക് ഇനിയും സംശയങ്ങളുണ്ട്. പേഴ്സണൽ ലോൺ 7-8 കോടി രൂപയുടെ പേഴ്സണൽ ലോൺ ഫുൾ ഫേക്കാണ്. അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ പേരിലും അതുപോലെ മൈക്രോ ഫിനാൻസിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ പേരിലും 20,000-ന് താഴെ ലോണുകൾ അടിച്ചു കൊടുത്തേക്കാണ്. ഇതൊന്നും വെറും ബുക്സിൽ, വെറുതെ എക്സൽ ഷീറ്റിൽ അടിച്ചു കൊടുത്തേക്കാണ്. അത് RBIക്ക് ഫയൽ ചെയ്തു. ഒറിജിനലി പൈസ ഡിസ്ബേഴ്സ് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ തന്നെ ഈ NCDയും സബ്ഡെറ്റും, അതാണ് 2 സോഴ്സ്. ഫിക്സഡ് ഡിപ്പോസിറ്റ് എടുക്കാൻ പാടില്ല, NBFC എടുക്കാൻ പറ്റില്ല. ഇവർക്ക് പ്രൈവറ്റ് NCD അല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ. പ്രൈവറ്റ് NCD. അപ്പോൾ 200 എണ്ണം എടുക്കാൻ പറ്റുള്ളൂ. അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ. അപ്പോൾ ആ 200 എണ്ണം എടുത്തിട്ട് ഒരു കമ്പനിക്ക് സഡനായിട്ട് വളരാൻ പറ്റില്ല. അപ്പോൾ RBI പറഞ്ഞാൽ നിങ്ങൾ സഡനായിട്ട് വളരണ്ട, നിങ്ങൾ ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകും, 3 വർഷം നിങ്ങൾ പ്രോഫിറ്റ് കാണിക്കും. റേറ്റിംഗ് എക്സസൈസ്. അപ്പോൾ ഈ 3 വർഷത്തെ പ്രോഫിറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മാനിപ്പുലേഷൻ നടത്തിയിട്ടുള്ളത് അല്ലേ? മാനിപ്പുലേഷൻ നടത്തിയത്. അപ്പോൾ ഇവർക്ക് നല്ല റേറ്റിംഗും കാണുന്നു, വലിയ മോശമില്ലാത്ത റേറ്റിംഗ് ആണ്. BB+ റേറ്റിംഗ് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ റേറ്റിംഗ് ഏജൻസിയായ ക്രിസിലിൻ്റെ അവർക്ക് ലഭിക്കേണ്ടായി. ക്രിസിൽ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്, ധാരാളം അഡ്വർടൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ക്രിസിലിൽ പോയി നോക്കിയാലും ക്രിസിൽ അതിനകത്തൊരു വാചകം എഴുതിയിട്ടുണ്ട്, അതായത് മാനേജ്മെൻറ്റ് വിദഗ്ധരായ സുഹാസോമനൊക്കെ വരുന്നത് ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു. അപ്പോൾ ഞാൻ ചെല്ലുന്ന ആ ഒരു ടൈമിന്, ആ ഒരു ഫിനാൻഷ്യൽ ഇയറാണ് ഞാൻ ചെല്ലുന്നത്, ഫിനാൻഷ്യലിൻ്റെ അവസാനമാണ്. പക്ഷെ നമ്മൾ ആ കമ്പനിയെ ഭരിക്കും അല്ലെങ്കിൽ നയിക്കും എന്നുള്ള ഫീലിംഗ് ക്രിസിൽ വളരെ സ്വാഗതാർഹമായിട്ട്, അതൊരു കൃത്യമായിട്ടൊരു വിഷയമുണ്ട്. പക്ഷേ ക്രിസിലിൻ്റെ റേറ്റിംഗ് BB+ കാണിക്കുന്നത് അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡ് അല്ലെങ്കിലും അത് കാണിക്കുന്നത് ജനങ്ങൾക്ക് ഇതിനെ പോസിറ്റീവായിട്ട് വിശ്വസിക്കാം, ബാങ്കുകൾക്ക് പോസിറ്റീവായിട്ട് വിശ്വസിക്കാം, ഔട്ട്ലുക്ക് പോസിറ്റീവാണ്, ഇതെല്ലാവരും വിശ്വസിക്കും. അപ്പോൾ അങ്ങനെ ഒരു റേറ്റിംഗ് ഇല്ല, നെഗറ്റീവാണ്. അപ്പോൾ ഈ മാനിപ്പുലേഷൻ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ കണ്ടുപിടിച്ചില്ല, അല്ലെങ്കിൽ കണ്ടുപിടിച്ചിട്ട് അവർ കണ്ണടച്ചു? എനിക്ക് തോന്നുന്നില്ല, ഓഡിറ്റർമാർ. എനിക്ക് തോന്നുന്നില്ല. എന്നെ സംബന്ധിച്ച് ധനലക്ഷ്മിയുടെ ഓഡിറ്റ് ചെയ്തേക്കുന്ന, NBFC ഓഡിറ്റ് ചെയ്തേക്കുന്നവരും ധനലക്ഷ്മി മാത്രമല്ല, ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നടന്നു പോകുന്ന സ്ഥാപനങ്ങളിൽ ഓഡിറ്റ് ചെയ്തേക്കുന്ന ഓഡിറ്റേഴ്സിന് ഇതറിയാണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല. അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഹോളുള്ള പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വൺ ഫൈൻ മോർണിംഗ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ RBIക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ചും കൂടെ ജാഗരൂകത പാലിച്ചാൽ RBIക്ക് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാം. പക്ഷേ ഒരു നന്നായിട്ട് ബുക്സ് നോക്കുക ചാർട്ടേഡ് അക്കൗണ്ടന്റ് മിസ് ചെയ്യില്ല. നിങ്ങൾ പേഴ്സണൽ ലോൺ കൊടുത്തെങ്കിൽ അത് എന്തിനു കൊടുത്തു, അപ്പോൾ എല്ലാം ഒരേപോലെയല്ലേ, 15,000, 18,000, 20,000 ഇങ്ങനെയെല്ലാം അടിച്ച്. അപ്പം ഞാനിത് ഒഴിവാക്കുന്നതോടെ ബുക്സിൽ എന്തുമാത്രം ഇനി മാറ്റങ്ങൾ സംഭവിക്കുന്നത് എനിക്കറിയില്ല. ഒന്നുകിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർ കണ്ണടച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർ അറിയുന്നില്ല, തക്ക പ്രതിഫലം കിട്ടുന്നു. പക്ഷെ അതിന്റെ അങ്ങനെ ഫയൽ ചെയ്യുന്ന അത് റിസർവ് ബാങ്ക് നേരെ സ്വീകരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ റേറ്റിംഗ് ക്രിസിൽ കൊടുക്കും. നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ ഒരു 99% ചാർട്ടേഡ് അക്കൗണ്ടൻസും വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് മികവിൽ എല്ലാവരും 99-100%. അതിൽ വളരെ മിനിസ്ക്യൂളായിട്ടുള്ള ആൾക്കാരാണ് ഒരുപക്ഷെ ലാഭത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഒന്നുമില്ലെങ്കിൽ അവർക്ക് ശ്രദ്ധക്കുറവുണ്ടാവും. ധനലക്ഷ്മിയുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റുമായിട്ട് സംസാരിച്ചിരുന്നല്ലോ അല്ലേ ഈ സമയത്തൊക്കെ? ഇല്ല, എനിക്ക് അദ്ദേഹത്തിന് 1-2 പ്രാവശ്യം കാണാനേ സാധിച്ചുള്ളൂ. ഞാൻ വളരെ ചുരുക്കമാണ് അദ്ദേഹത്തോട് സംസാരിച്ചത്. കാരണം എൻ്റെ കാലഘട്ടത്തിലുള്ള ബുക്സ് ഫൈനലൈസ് ചെയ്യാൻ തുടങ്ങുന്നുള്ളൂ. ഇപ്പം എനിക്കൊരു എതിർപ്പിൻ്റെ സ്വരം വന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ട്
ആ ബുക്സ് ഫൈനലൈസ് ഇതുവരെ ആയിട്ടില്ല, ആവുന്നുള്ളൂ. ഇപ്പം ഫൈനലൈസ് ചെയ്യേണ്ട ടൈമാണ്. അപ്പോൾ അത് ബുക്സ് പോസിറ്റീവ് ആണെങ്കിൽ അതിനകത്ത് മിനിമം 12 കോടി തട്ടിപ്പിക്കുന്നുണ്ടാവും. അല്ലാണ്ട് ബുക്സ് പോസിറ്റീവ് ആക്കാൻ പറ്റും. പേഴ്സണൽ ലോണിൽ ഈ കൃത്രിമവും ഓട്ടോ ലോണിലെ കൃത്രിമവും വഴി എത്ര വ്യത്യാസം? അത്ര മാത്രമല്ല, ഫോർ എക്സാമ്പിൾ ഇവരുടെ ലാപ്പ് ലോൺ അഗൻസ്റ്റ് പ്രോപ്പർട്ടി അത് കൊടുത്തേക്കുന്നതിൽ ഒരു 15 അക്കൗണ്ട്സ് എങ്കിലും ഒരിക്കലും തിരിച്ചു കിട്ടാത്ത, നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. ഇതിപ്പോൾ അവർ കാണാൻ പോകില്ല, അവർ വരി പറയട്ടെ, 15 അക്കൗണ്ടെങ്കിലും ഒരിക്കലും തിരിച്ചെടുക്കും. അത് കടമായിട്ട് പറയുന്നില്ല, NPA ആയിട്ട് പറയുന്നില്ല. RBI സംബന്ധിച്ച് അത് രേഖപ്പെടുത്തിയേ പറ്റുള്ളൂ. കാരണം ഇത് പബ്ലിക്കിന്റെ പൈസയാണ്. എങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടില്ല, വരാനുള്ള പൈസയാണല്ലേ, വരാനുള്ള പൈസ NPA ആയിട്ട് മാർക്ക് ചെയ്യണം. അപ്പം അത് സംഭവിക്കുന്നില്ല. നൗ ഇത് കൂടാതെ അഗ്രോ സൊസൈറ്റി, അതായത് വിപിൻദാസിന്റെയും അവിടെയുള്ള ഈ 2 എൻറ്റിറ്റി കൂടാതെ അടുത്ത സാധനമാണ് അഗ്രോ സൊസൈറ്റിയിൽ ശ്രീ ധനലക്ഷ്മി മൾട്ടി സ്റ്റേറ്റ് അഗ്രോ സൊസൈറ്റി. ഈ അഗ്രോ സൊസൈറ്റികൾ, ഇതാണ് കേരളത്തിലെ അടുത്തൊരു വിപത്ത്. അഗ്രോ സൊസൈറ്റി എന്ന് പറയുമ്പം ഫാമേഴ്സിന് വേണ്ടി അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ താങ്കളൊരു പ്രൊജക്റ്റ് കൊണ്ടുവന്നിട്ട് സെൻട്രലൈസ്ഡ് കൊടുത്ത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അദ്ദേഹം അപ്രൂവ് ചെയ്താൽ അതിനനുസരിച്ചുള്ള ഫണ്ട് നമുക്ക് എടുക്കാം. മെമ്പേഴ്സിൻ്റെ നിന്ന് ഫിക്സഡ് കോൺട്രിബ്യൂഷൻ കാണിക്കണം, കൃത്യമായിട്ടുള്ള പ്രൊജക്റ്റ് കാണിക്കണം. ധനലക്ഷ്മി ശ്രീ മൾട്ടി സ്റ്റേറ്റ് അഗ്രോ സൊസൈറ്റി, ധനലക്ഷ്മി സൊസൈറ്റിക്ക് ഒരു പ്രൊജക്റ്റും ഇല്ല, ഒരു അഗ്രികൾച്ചർ പ്രൊജക്റ്റും ഇല്ല. ഏകദേശം 31-35 കോടി രൂപയോളം പണം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രജിസ്ട്രാറിൻ്റെ അടുത്ത് ഇതൊക്കെ കാണിച്ചിട്ടുണ്ടാവും, പ്രൊജക്റ്റ് കാണിച്ചിട്ടുണ്ടാവും. അത് ആ അന്നത്തെ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ NBFCയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഭാര്യമാരാണ്. അവരാരും ദൈനംദിന കാര്യങ്ങളൊന്നും ഇടപെടുന്നില്ല, ഇവരാണ് നോക്കുന്നത്. ഞാൻ അതിൻ്റെ കൺസൾട്ടൻ്റാണ്. അപ്പോൾ അതിൻ്റെ ഈ ഗ്രൂപ്പിൻ്റെ മൊത്തം അഡ്വൈസ് എന്നെ വാങ്ങുന്നുണ്ട്. അപ്പോൾ അപ്പോഴൊക്കെയാണ് നമ്മളിപ്പോൾ ഏകദേശം ജൂണിൽ ഡയറക്ടറായി, RBI റാറ്റിഫൈ ചെയ്തു, ഏകദേശം മാർച്ചിൽ പടിയിറങ്ങണം. അപ്പം ആ ഒരു ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ആ ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചതിൻ്റെ ഇതായിട്ടാണ്. അപ്പം 31 കോടി രൂപയുടെ എങ്കിലും ലോസ് അഗ്രോ സൊസൈറ്റിയിൽ ഉണ്ടാവും. അതിലും വലിയ കാര്യം എന്ന് വെച്ചാൽ ഈ അഗ്രോ സൊസൈറ്റിയുടെ ബോർഡ് 5 വർഷം കൊണ്ട് മാറണം. ആ ബോർഡ് മാറിയത് ഏകദേശം ഏപ്രിൽ 8-ാം തീയതിയാണ്. നിങ്ങൾക്ക് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഈ അവർക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, അതിൽ പോയി നോക്കിയാൽ കാണാം. ആ ബോർഡ് മാറുന്നതിന് മുമ്പായിട്ട് 25-26 തീയതിയിൽ, മാർച്ച് 25-26 3,60,00,000 രൂപ, അതായത് 23-ന് വന്ന് എന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നൊക്കെ പുറത്താക്കുന്നു ചോദിച്ചതിൻ്റെ പേരിൽ, ബോർഡ് മീറ്റിംഗ് വിളിക്കുന്നതിൻ്റെ പേരിൽ 25-26-ന് ഈ 55 എംപ്ലോയീസിന് അതിലൊരു 3,60,00,000 അടിച്ചു കൊടുക്കുകയാണ്. പണം കൈമാറുകയാണ്. സൊസൈറ്റിയിൽ നിന്ന് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ബാങ്ക് ട്രാൻസ്ഫറാണ് നമ്മൾ പറയുന്നത്. ഒരുവിധം എല്ലാ കാര്യങ്ങളും ബാങ്ക് ട്രാൻസ്ഫർ. ആ ബാങ്ക് ട്രാൻസ്ഫർ കൂടാതെ അത് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്ത് പോട്ടെ, അത് പിറ്റേ ദിവസവും അന്നത്തെ ദിവസവും NBFCയുടെ ഡയറക്ടേഴ്സിനും ഷെയർ ഹോൾഡേഴ്സിനും കൊടുക്കുകയാണ്. ഡയറക്ടേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. അത് NOF ആയിട്ട് അവരുടെ വിഹിതമായിട്ട് വരുന്നു. ഇങ്ങനെയാണ് ഒരു സർക്കിൾ വരുന്നത് അല്ലേ? ഇങ്ങനെയാണ് സർക്കിൾ. ഇത് തന്നെയാണ് ഞാൻ കേരളത്തിലെ ഒരു വളരെ ജനകീയ പ്രശ്നമായിട്ട് ഉയർത്തി കാണിക്കുന്ന ഒരു കാര്യം. അതായത് വേറെ ആരെങ്കിലും, ഇപ്പം ഞാൻ പേരുകൾ പറയുന്നില്ല, കാരണം എനിക്ക് വ്യക്തമായിട്ട് എൻ്റെ കൂടെ പ്രവർത്തിച്ച സഹപ്രവർത്തകർ ഒരുപാട് പേരുണ്ട്. വേറെ ആരെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് പിന്തിരിയണം. കാരണം നിങ്ങളൊരു 1000 കോടി പബ്ലിക്കിൽ നിന്ന് കളക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 1000 കോടി അസറ്റ്, ഇതെല്ലാം ലയബിലിറ്റിയാണ്, ബാധ്യതയാണ്. കടം എന്ന് പറയുന്നത് ഒരു ലയബിലിറ്റിയാണ്. ദൈവത്തെ ഓർത്ത് കടത്തിനെ ഒരു അസറ്റായിട്ട് കരുതുന്നത്. അസറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലോണാണ്. അപ്പോൾ ഈ അസറ്റ് നന്നായിട്ട് പെർഫോം ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മതി, ലാഭമുണ്ട്. ഒരു ദിവസം കൊണ്ട് മുത്തൂറ്റാവണമെന്ന് ആഗ്രഹിക്കരുത്, ഒരു ദിവസം കൊണ്ട് മണപ്പുറം ആവണമെന്ന് ആഗ്രഹിക്കരുത്, ഒരു ദിവസം കൊണ്ട് ഒരു വീഗാർഡ് കൊച്ചൗസേപ്പ് ആവണമെന്ന് ആഗ്രഹിക്കരുത്, ഒരു ദിവസം കൊണ്ട് യൂസഫ് അലി ആവണമെന്ന് ആഗ്രഹിക്കരുത്. കാരണം അതൊക്കെ എത്രയോ കാലഘട്ടങ്ങളിലാണ്. നമുക്ക് ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി കുറച്ചും കൂടി ഒരു ഡീറ്റെയിൽ പോകണമെന്ന് തോന്നുന്നു. ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ 30 കോടിക്ക് മേലിൽ അവർ പൈസ സമാഹരിച്ചിട്ടുണ്ട്, നഷ്ടമുണ്ട്, പോയിട്ടുണ്ട്. 3.5 കോടി രൂപ നേരിട്ട് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ ഇതിലേക്ക് മാറ്റി. കണ്ടിട്ടില്ല, ഞാൻ അറിഞ്ഞതാണ്. എന്നോട് ഒരുപാട് പേര് രേഖകളോ മറ്റോ ഉണ്ടോ? അതോ രേഖകളില്ല, പക്ഷേ എനിക്ക് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം. കാരണം ബാങ്ക് ട്രാൻസ്ഫർ ആയതുകൊണ്ട് ഒളിപ്പിച്ച് വയ്ക്കാൻ പറ്റില്ല. ഈ നമ്മൾ സാധാരണ ഈ ഇത്തരത്തിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. NCDC എന്ന് പറഞ്ഞൊരു സംവിധാനത്തിൻ്റെ, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അതിൽ നിന്നൊക്കെ വലിയ ഹ്യൂജ് ഫണ്ട് എടുത്ത കഥ ഈ കഴിഞ്ഞ ദിവസം വേറൊരു കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് വന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത, ED അന്വേഷണം വരുന്നൊരു ഒരു വാർത്ത ഞാൻ കണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നു ED അന്വേഷണം 5 കമ്പനി, ചില കമ്പനികളുടെ പേര് പറയുന്നില്ല, ചില കമ്പനികളുടെ പേര് പറയുന്നില്ല. പിറ്റേ ദിവസം വാർത്തയെ മുക്കി. അങ്ങനെ ഞാൻ പറയുന്നില്ല, നിങ്ങൾ ജേർണലിസ്റ്റുകളും
സമൂഹം തീരുമാനിക്കട്ടെ, പൊതുസമൂഹം സാക്ഷിയാണല്ലോ. പക്ഷേ എൻ്റെ പൊതുവായ പ്രശ്നം അതിലൊരു നോട്ടീസ്, ഞാൻ വായിച്ച ഒരു നോട്ടീസ്, കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഒരു നോട്ടീസിൽ കൃത്യമായിട്ട് അതിൻ്റെ ചെയർമാനോട് പറയുന്നു, നിങ്ങൾ സമാഹരിച്ച കോടിക്കണക്കിന് രൂപ നിങ്ങൾ വകമാറ്റി ഇന്ന കമ്പനികളിലോട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു ബിസിനസ് നടത്താൻ വേണ്ടി ജനം പൈസ തരുന്നത് ആ ബിസിനസ്സിൽ വിശ്വസിച്ചിട്ടാണ്. അതിനെ വക മാറ്റി ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ. അല്ല, അത് മാത്രമല്ല NCDCയുടെ ആരോപണമുണ്ട്. NCDCന്ന് ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് ഈ കമ്പനികൾ, ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എടുത്തിട്ടുണ്ട്. ഞാനിത് ചോദിക്കാൻ കാരണം ഇത് ഈ ധനലക്ഷ്മിയുടെ കാര്യത്തിലും അവരുടെ അഗ്രോ കോപ്പറേറ്റീവ് സൊസൈറ്റിയും ഈ ഫണ്ട് സമാഹരിച്ച് പബ്ലിക്കിൽ നിന്ന് മാത്രമാണോ ഗവൺമെന്റിൽ നിന്നുണ്ടോ? ഇല്ല, ധനലക്ഷ്മിക്ക് NCDCന്ന് ഫണ്ട് കിട്ടാൻ അത്രയും ഒരു പ്രവർത്തന മികവായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രവർത്തന മികവും അതിൻ്റെ പ്രവർത്തന പരിചയവും ഒരു 3-4 വർഷത്തെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എല്ലാം വെച്ചിട്ട് ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ഒക്കെ വെച്ചിട്ട് അവരാകെ നടത്തുന്നത് ഫണ്ട് സ്വീകരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഫിക്സഡ് കോൺട്രിബ്യൂഷൻ ആയിട്ട് പണം ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൽ വലിയ ലോസ് ഉണ്ട്. പിന്നെ അവരുടെ കയ്യിൽ നിന്ന് അതിൻ്റെ തല ഊരാനായിട്ട് അവർ ഇപ്പോൾ വേറൊരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കൊണ്ട് ഒരു സൊസൈറ്റിയും കൂടെ അവരുടെ പേരിൽ കണ്ടിരുന്നു, ഫാംകോ എന്ന് പറയുന്നൊരു സൊസൈറ്റി. അത് പോണ്ടിച്ചേരി ബേസ്ഡ് ആയിട്ടൊരു സൊസൈറ്റി. അതിന് കേരളത്തിൽ പ്രവർത്തിക്കാനുള്ള ലൈസൻസ് ഇല്ല, അത് കിട്ടുകയില്ല. പക്ഷേ പത്രങ്ങളിൽ ഞാൻ കണ്ട അഡ്വർടൈസ്മെൻ്റ് എല്ലാം ഫാംകോ എന്നൊരു സൊസൈറ്റി കേരളത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നുള്ള തോന്നൽ ഉളവാക്കുന്നതാണ്. ഇപ്പോൾ പത്രങ്ങളിൽ കഴിഞ്ഞ ദിവസം ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്നുള്ള പറഞ്ഞ ഒരു വലിയ പരസ്യങ്ങളുണ്ട്. ഇതൊക്കെ RBI ശരിക്കും അതിനെ ചോദ്യം ചെയ്യണം. കാരണം ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഒരു എൻറ്റിറ്റി ഇല്ല. അപ്പോൾ ഇത് എല്ലാ കമ്പനികളും തമ്മിൽ പരസ്പര ബന്ധമുണ്ടെന്നും ആ കമ്പനികളെല്ലാം ഒരേ പ്രൊമോട്ടേഴ്സ് തോന്നലുള്ളവാക്കുന്നു. അത് വെച്ച് അവർ ഒരേ സിസ്റ്റം വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഫണ്ട് കളക്ട് ചെയ്യുന്നു. അപ്പോൾ അടിസ്ഥാനപരമായി ഈ സ്ഥാപനങ്ങളിലെല്ലാം നടക്കുന്നത് ഇപ്പോൾ ഫണ്ട് കളക്ഷനാണ്. നോക്ക്, അതാ ജനകീയ പ്രശ്നം നേകയും ഞാൻ പറയാൻ കാരണം, നമ്മുടെ നാട്ടിൽ ഒരു 50,000-60,000 കോടി രൂപയുടെ മുകളിലെങ്കിലും നിധി കമ്പനികളും സൊസൈറ്റികളും മാത്രം, NBFC ഞാൻ കൂട്ടുന്നില്ല, ഫണ്ട് കളക്ട് ചെയ്യുന്നുണ്ടാവും. 50,000-60,000 കോടിക്ക് മുകളിൽ ഈ നിധി കമ്പനികൾ കേരളത്തിൽ എത്രത്തോളം നിധി കൃത്യമായിട്ടുള്ള ഫിഗർ അല്ലെങ്കിൽ പക്ഷേ 100 കണക്കിനുണ്ട്. തുടങ്ങാൻ കുറച്ചുകൂടെ മൾട്ടി സ്റ്റേറ്റ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം 140ഓളം മൾട്ടി സ്റ്റേറ്റ് ആണല്ലോ. കേരളത്തിലും പ്രവർത്തിക്കാൻ സാധിക്കുന്ന 140ഓളം, പിന്നെ കേരളത്തിന് മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങൾ 50,000-60,000 കോടി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് അതിശയോക്തി പ്രൈവറ്റ് മേഖലയിലാണ്. ഒരു അതിശയോക്തിയില്ല. കാരണം അതിൽ കൂടുതൽ ഫണ്ട് ബാങ്കുകളുടെ കീഴെ ഇന്ന് കേരളത്തിൽ കിടക്കുന്നത് ഏകദേശം 8 ലക്ഷം 9 ലക്ഷം കോടി രൂപയാണ്. അവിടെയാണ് ഇവർ കണ്ണു വച്ചിരിക്കുന്നതായിരിക്കും. അങ്ങനെ പറയാൻ സാധിക്കില്ല. പക്ഷെ അവിടെ ഒരു സോഴ്സ് ഉണ്ടല്ലോ, ആ സോഴ്സ് കിട്ടിയാൽ ബിസിനസ് ചെയ്യാലോ, അതായിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷേ എല്ലാവരുടെയും ഉദ്ദേശം ഫണ്ട് കളക്ട് ചെയ്യുക. ഇപ്പം ഈ പറയുന്ന സൊസൈറ്റി നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നേരത്തെ ചോദിച്ചല്ലോ, EDയുടെ ഒരു വാർത്ത, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറുടെ ഒരു വാർത്ത വന്ന് പറഞ്ഞു. അതിൽ പറയുന്ന പല കമ്പനികളും, ഒപ്പം തന്നെ എനിക്കറിയാവുന്ന, ഞാൻ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, കാരണം എനിക്ക് അങ്ങനെ കാരണം ഇത് ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാരെ തൊഴിലിനെ വരെ ബാധിക്കുന്ന ഒരു കാര്യം, എക്കണോമി തകർന്നു പോകുന്നൊരു കാര്യം, തിരുത്തലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർക്കെല്ലാവർക്കും ഒറ്റ ചോദ്യം മാത്രമാണ് എല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. നിങ്ങൾ കളക്ട് ചെയ്ത കടം എത്രയാണ്, നിങ്ങളുടെ അസറ്റ് എന്താണ്, അസറ്റിൻ്റെ ക്വാളിറ്റി എന്താണ്? ഇതിന് ഉത്തരം അവർ പറയട്ടെ. ഈ ഉത്തരം പറയാൻ ഇവർക്ക് സാധിക്കില്ല. വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ്. 3 മാസം ഫണ്ട് കളക്ട് ചെയ്തില്ലെങ്കിൽ അവരുടെ മെച്യൂരിറ്റി ഇടിക്കും. കാരണം ഇപ്പം ഞാൻ എനിക്കറിയാവുന്ന ഒരു കമ്പനി പറയാം, അവർക്ക് 22 കോടി രൂപയാണ് ഏകദേശം ഒരു മാസം മെച്യൂരിറ്റി ആയിട്ട് കൊടുക്കേണ്ടത്. അതിൽ ഒരുപാട് റിന്യൂവൽ ചെയ്തുകൊണ്ടിരിക്കും. കാരണം പൊതുവായിട്ട് ജനത്തിന് എന്താ വേണ്ടേ, അല്ലെങ്കിൽ പബ്ലിക് തെറ്റിദ്ധരിച്ചേക്കുന്നത് എന്താ, ഞാനിട്ട പൈസയ്ക്ക് എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടേയിരിപ്പുണ്ട്. അതായിരിക്കും പബ്ലിക്കിൻ്റെ ഒരു മനഃശാസ്ത്രം, അവർക്ക് ഇൻട്രസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഇപ്പം ഞാനിട്ട ഫണ്ടിന് ഇൻട്രസ്റ്റ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു, എൻ്റെ പൈസ സേഫാണ് എന്നൊരു തോന്നൽ. അപ്പോൾ 50,000-60,000 കോടിക്ക് മുകളിലാണെന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെ എടുത്തു നോക്കിയാലും അവിടെ ഒരു അസറ്റ് മിസ്മാച്ച് ഭയാനകമാണ്. ഞാൻ ആ ഫിഗർ പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം അത് ഈ നാട്ടിലെ റെഗുലേറ്റേഴ്സ്, ROC, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഈ 3 പേര്, ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് റെഗുലേറ്ററുടെ ഒരു ഇതിൽ കൊണ്ടുവരാൻ, റെഗുലേറ്റേഴ്സ് ഒരു എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സും ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സുമായിട്ട് ഒരു പിടി വെച്ചേക്കുന്നത് ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസ് വഴിയാണ്. ഈ 3 പേര് നമ്മുടെ എക്കണോമിനെ സംബന്ധിച്ച് പോകുന്ന, ഈ ഇന്ത്യയെ നയിക്കുന്ന ഈ 3 പേര്, ഇവരാണ് ഇതിന് ഉത്തരം പറയേണ്ടത്.
അത് തീർച്ചയായിട്ടും ഉത്തരം പറയണ്ട. നമുക്ക് ഇതിന് മുമ്പ് ഇപ്പോൾ ഇത്രയും വലിയൊരു ഫിഗർ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് തിരിച്ചൊന്ന് ധനലക്ഷ്മി ഈ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന ഈ ഒരുമിച്ച് അവർ പ്രവർത്തിക്കുന്ന ഈ കമ്പനികളുടെ ഇവർ മാത്രമായിട്ട് എത്ര പണം ഈ ഇത്തരത്തിൽ സമാഹരിച്ചിട്ടുണ്ട്? ഇപ്പോൾ ഒരു ബുക്ക് സൈസിൽ എത്രത്തോളം വ്യത്യാസമുണ്ട്? ഇതെല്ലാം കൂടെ കൂട്ടി ഇപ്പോൾ അതിനൊരു കൺസൾട്ടൻസി സ്ഥാപനമുണ്ട്, എൻ്റർപ്രൈസ് ഉണ്ട്. ഇപ്പം കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല, ഏകദേശം ഞാൻ പറയാം. ഒരു ബ്ലാക്കിൽ ക്യാഷ് എക്കണോമി എന്ന് പറയാം, പ്രധാനമന്ത്രി സ്റ്റോപ്പ് ചെയ്തെങ്കിലും ക്യാഷിൽ ഫണ്ട് സ്വീകരിക്കുക. ഞാൻ ചിലതിന് മുമ്പൊക്കെ ക്യാഷിൽ ഇപ്പോഴും പൈസ സ്വീകരിക്കുന്നുണ്ട്. പൈസ ഇപ്പോഴും സ്വീകരിക്കുന്നതെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. കാരണം ക്യാഷിൽ ഫണ്ട് സ്വീകരിക്കുന്ന ഒരു കുറച്ച് ആൾക്കാർ മാത്രം പറഞ്ഞിട്ട് നടക്കുന്ന ഒരു വളരെ സീക്രട്ടീവായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് അതിനകത്തൊരു സേ ഇല്ല. പക്ഷേ എൻ്റെ കയ്യിൽ അവിചാരിതമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഭാഗമായിട്ട് ഈ കള്ളപ്പണം എന്നൊക്കെ നമ്മൾ പുറത്ത് വെറുതെ പറയാം, അല്ലെ അൺഅക്കൗണ്ടഡ് മണി എന്ന് പറയാം, ഇച്ചിരി ലുക്രേറ്റീവായിട്ട്. ചിലരുടെ അക്കൗണ്ടഡ് പൈസയാണ്. അത് അവർ എന്തുകൊണ്ട് അങ്ങനെ കൊടുക്കാൻ, ക്യാഷ് കൊടുക്കാന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ ഇൻട്രസ്റ്റിന് മറ്റേ ഇൻകം ടാക്സ് വരണ്ട, അല്ലെങ്കിൽ വേറെ ആരും അറിയണ്ട, അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ചിലർക്ക് അൺഅക്കൗണ്ടഡ് മണിയാണ്, മോസ്റ്റ്ലി അൺഅക്കൗണ്ടഡ് മണി. ഈ രണ്ട് ഇതും ക്യാഷായിട്ട് വന്നിട്ടുണ്ട്. ഒരു 100 കോടി രൂപയെങ്കിലും ധനലക്ഷ്മി സമാഹരിച്ചിട്ടുണ്ടാവണം. അതിന്റെ ഫേക്ക് സർട്ടിഫിക്കറ്റ് അത് നിധിയിലൂടെയാണോ സമാഹരിക്കുന്നത്, കോപ്പറേറ്റീവ് സൊസൈറ്റിയിലൂടെയാണോ, NBFC-യിലൂടെ? NBFC-യിലൂടെ. അതായത് NBFC-യിൽ ഈ ഫണ്ട് വരുന്നില്ലെങ്കിലും NBFC-യുടെ സർട്ടിഫിക്കറ്റ് കസ്റ്റമർ ആവശ്യപ്പെടുമ്പോൾ NBFC-യുടെ ഫേക്ക് സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുക്കണം. ഇത് നിധിയിൽ കളക്ട് ചെയ്യുന്ന പണത്തിന് NBFC-യുടെ NCD സർട്ടിഫിക്കറ്റ്. ഇത് കൃത്യമായിട്ട് അതൊരു വലിയ തരത്തിലുള്ള ഒരു ആരോപണമാണ്. ഞാൻ ഇപ്പം നമ്മൾ ഓരോ വ്യക്തികൾക്കും അല്ല അങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ നമുക്കൊരു എമൗണ്ട് ഒന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ ഇത്രയും ഇത് നിങ്ങൾക്ക് എൻ്റെ ഒരു കണക്കൂട്ടിൽ ഞാൻ പറയാം. ഇവരുടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് അവർ പറയുന്നത് ക്യാഷിൽ ഫണ്ട് ഇട്ട് അവർ ചോദിക്കില്ല. എല്ലാവരും തിരിച്ച് എന്തെങ്കിലും പ്രതിസന്ധി വന്നാലും ചോദിക്കില്ല എന്നുള്ള ധൈര്യം ഭയങ്കരമാണ്. ചോദിക്കില്ല, കാരണം അവർക്കത് വെളിവാക്കാൻ പറ്റില്ല എന്നാണ് പറയണത്. അവർ ഫേക്ക് സർട്ടിഫിക്കറ്റ് മുന്നോട്ട് കൊണ്ടുവരില്ല. അതെ. പിന്നെ പല ഫേക്ക് സർട്ടിഫിക്കറ്റിലും അവിടുത്തെ എംപ്ലോയീസ് ആണ്, പാവം എംപ്ലോയീസ് ആണ്. ഡയറക്ടേഴ്സ് അല്ല, എംപ്ലോയീസിനെ കൊണ്ട് സൈൻ. ആദ്യമൊക്കെ ഡയറക്ടേഴ്സ് ആണ്, പിന്നെ എനിക്ക് കിട്ടിയ 2 സർട്ടിഫിക്കറ്റിലൊക്കെ സൈൻ ചെയ്ത അവിടെ അക്കൗണ്ടൻസ് ആണ്. താങ്കൾ സൈൻ ചെയ്തിട്ടില്ലല്ലോ? ഇല്ലല്ലോ. അപ്പോൾ ഈ ഫേക്ക് സർട്ടിഫിക്കറ്റ് അതിൽ മാത്രം ഒരു 60 കോടി രൂപയെങ്കിലും ബാധ്യത ഉണ്ടാവണം. 60 കോടി. 31 കോടി രൂപ ലോസാണ് നമ്മുടെ അഗ്രോ സൊസൈറ്റി. അപ്പോൾ 91 കോടിയായി. 120 കോടി നിധിയിലില്ല. അപ്പോൾ 120ഉം 91ഉം ഏകദേശം 201 കോടിയിലോട്ടായി. ഒരു 22 കോടി രൂപയുടെ തട്ടിപ്പ് നമ്മുടെ ധനലക്ഷ്മി NBFC-യിലുമുണ്ട്. അപ്പോൾ ഏകദേശം ഇന്നിപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇത്രയും മാസങ്ങളായില്ലേ, ഒരു 220 തൊട്ട് 240 കോടി രൂപ തട്ടിപ്പുണ്ടാവണം. ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം, ഞാൻ എൻ്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് ചോദിച്ചു, വെൻ യു സീ എ സിറ്റുവേഷൻ, നിങ്ങളൊരു അലാമിങ് സിറ്റുവേഷൻ കാണുമ്പോൾ വാട്ട് ഡിഡ് യു ഡു? ഞാൻ ആദ്യം ബോർഡിനോട് പറഞ്ഞത്, ആദ്യം പബ്ലിക്കിനെ ഭയപ്പെടുത്താനല്ല, ഞാൻ ബോർഡിനോട് പറഞ്ഞത് ഒരു എക്സ്ട്രാ ഈ കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ആദ്യം സംസാരിച്ചു, കേൾക്കുന്നില്ല, പ്രൊമോട്ടറോട് പറഞ്ഞു, ഞാൻ എഴുതി, കൃത്യമായിട്ട് രേഖകൾ എൻ്റെ ഞാൻ എഴുതി, ബോർഡിന് എഴുതി. അത് കഴിഞ്ഞ് ഞാൻ സമീപിച്ചത് RBI-നെയാണ്, റിസർവ് ബാങ്കിനാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന എവറി സിംഗിൾ ഡീറ്റെയിൽ ആൻഡ് ഡോക്യുമെന്റ് ഐ ഹാവ് ഗിവൺ ടു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. എനിക്കറിയില്ല, പക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും റിസർവ് ബാങ്കിന് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള വിസിൽ ബ്ലോഗർ. അത് നിങ്ങൾ ആ പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന ആൾ തന്നെ. ഐ ആം ദ CEO, ഉത്തരവാദിത്തപ്പെട്ട ആള്. അതെ. I have a director identification. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിലെ ഡോക്യുമെന്റ്സ് സഹിതമാണ് കൊടുത്തിട്ടുള്ളത്, എല്ലാ ഡോക്യുമെന്റ്സും. RBI-ക്ക് ഒരിക്കലും കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം RBI-ക്ക് ഞാൻ ഒരു പരാതി അയച്ച് രജിസ്റ്റേർഡ് വിത്ത് അക്നോളജ്മെന്റ് ആണ് എൻ്റെ കയ്യിലുണ്ട്. ഈ RBI അതിനോട് എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടോ? ഒരു പ്രാവശ്യം ഇമെയിൽ അയച്ചു പറഞ്ഞു, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻ ആണ്, താങ്കൾ ഇതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഐ സ്റ്റാൻഡ് ബൈ എവ്രി വേർഡ്. കാരണം ഇപ്പം ഞാൻ എൻ്റെ ഇത് പറയണം, ഞാനിത് ഒരിക്കലും പബ്ലിക് ഡൊമൈനിൽ വന്ന് പറയണമെന്ന് ഇനീഷ്യലി ആഗ്രഹിച്ചിട്ടില്ല. കാരണം ഇതൊരു വലിയൊരു ഇഷ്യൂ ആണ്. കാരണം നമുക്കൊരു എക്കണോമിയിൽ ഉണ്ടാകുന്ന ഇങ്ങനത്തെ ഒരു ചലഞ്ചിനെ പബ്ലിക് ഡൊമൈനിൽ വന്ന് നമ്മൾ ഒരു വലിയൊരു ശബ്ദം ഉയർത്തിയാൽ, അതൊരു സ്കെയർ ആയിട്ട് വന്നാൽ, പബ്ലിക് ഡൊമൈനിൽ വന്നാൽ അതൊരു വലിയ തകർച്ച നേരിടും. പക്ഷേ ഇത് പറയാതിരിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത്, ഇവിടെ ഒരു കറക്ഷൻ റെഗുലേറ്റേഴ്സ് കൊണ്ടുവന്നില്ലെങ്കിൽ കേരളം നേരിടാൻ പോകുന്നത് ചരിത്രം കാണാത്തൊരു പ്രതിസന്ധിയാണ്. അത് ഉറപ്പാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഈ ഡയറക്ടേഴ്സിനെ അറിയിക്കുന്നു, റിസർവ് ബാങ്കിനെ അറിയിക്കുന്നു, തുടർച്ചയായിട്ട് ഇപ്പോൾ എത്ര മെയിൽ അയച്ചിട്ടുണ്ട്? റിസർവ് ബാങ്ക് മാത്രം കൊണ്ടുവരണം. ഞാനൊരു പരാതി DGP-ക്ക് അയച്ചു. അതെ, കേരള DGP-ക്ക് ഞാനൊരു പരാതി അയച്ചു. പരാതി വേറൊന്നുമല്ല, എറണാകുളത്ത് മുൻ ചാർജ് ഉണ്ടായിരുന്ന ACP എൻ്റെ കയ്യിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെന്ന് ചോദിച്ചു സഡനായിട്ട് എന്നെ വിളിക്കുന്നു. അപ്പോൾ
ഞാൻ വിപിൻദാസിനെതിരെ ഒരു പരാതി പോലീസിൽ കൊടുത്തു, 2.5 കോടി രൂപയുടെ പരാതി കൊടുത്തു. പോലീസ് അത് നോർമലായിട്ടുള്ള ലിറ്റിഗേഷൻ ആവുള്ളൂ, അപ്പോൾ അത് ക്രിമിനൽ സ്വഭാവം ഇല്ല, കാരണം കരാറിലല്ലല്ലോ താങ്കൾ ചെയ്തത്, അപ്പോൾ ബാങ്ക് റെക്കോർഡ്സ് ഒക്കെ ഉണ്ടെങ്കിലും പറ്റില്ല എന്ന് പറഞ്ഞു. ശരി, അത് ന്യായമായിട്ടാണ് പറഞ്ഞത്. ഞാൻ SP പോയി. SP ഒരുപക്ഷെ അങ്ങനെ ചിന്തിച്ച് ഞാൻ മജിസ്ട്രേറ്റിന് പോയി. ഞാൻ പറഞ്ഞു എന്നെ കൺസൾട്ടൻസിന് ഷെയർ തരാമെന്ന് ചീറ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ വാദിച്ചതിൻ്റെ ഫലമായിട്ട്, വാദിച്ചത് എൻ്റെ അഡ്വക്കേറ്റ് മിസ്റ്റർ നവീൻ തോമസ് നെറ്റിക്കാടൻ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ആ ഒരു ഡിസ്കഷൻ അവിടെ നടക്കുകയും ആ ഡിസ്കഷൻ സെഷൻസ് കോർട്ട് അത് എഗ്രി ചെയ്യുകയും പോലീസിനോട് FIR ഇടാൻ വേണ്ടി. എന്നെ FIR ഇടാൻ പറഞ്ഞിട്ട് ഏകദേശം ഒരു 18 ദിവസം കഴിഞ്ഞു. വിപിൻദാസിൻ്റെ പേരിൽ ഒരു 7 FIR ഉണ്ട്. ഒരു FIRൽ പോലും ഒരു നടപടി പോലും ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പരാതി DGPക്ക് അയച്ചു. ACP എന്നെ കാണാൻ വിളിക്കുന്നു, എൻ്റെ ഒരു ഡോക്യുമെൻറ്റ് ചോദിക്കുന്നു. ഞാൻ ACPക്ക് ഡോക്യുമെൻറ്റ് കൊടുക്കാൻ റെഡിയല്ല, കാരണം എൻ്റെ കയ്യിൽ എന്താ ഡോക്യുമെൻ്റ് എന്ന് ACP പെട്ടെന്ന് തന്നെ വിളിക്കുകയാണ്. അപ്പോൾ DGP എന്ത് ചെയ്തു, എൻ്റെ മെയിൽ എടുത്തിട്ട് ഇവിടുത്തെ DCP അഡ്മിൻ കൊടുത്തു, വിനോദ് സാറിന് കൊടുത്തു. അദ്ദേഹം എന്നെ വിളിച്ചു, എന്നെ ഒന്ന് കാണാമെന്ന് വെച്ചു. ഞാൻ കാണാമെന്ന് പറഞ്ഞു. ഞാൻ ക്രൈംബ്രാഞ്ചിൻ്റെ ഇവിടെ നമ്മുടെ മറൈൻ ഡ്രൈവിൻ്റെ ഇപ്പുറത്തുള്ള ആ ഓഫീസിലാണ് ഞാൻ പോകുന്നത്. ഞാൻ ചെന്നപ്പം എന്നോട് 2 പോലീസുകാർ ക്രൈംബ്രാഞ്ചിൻ്റെ യൂണിറ്റ് എല്ലാം എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞ കാര്യങ്ങൾ എഴുതി രേഖാമൂലം എഴുതി ഞാൻ കൊടുത്തു. രേഖാമൂലം പറഞ്ഞാൽ തെളിവുകൾ കൊടുത്തില്ല, എഴുതി കൊടുത്തു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കും. അദ്ദേഹം പറഞ്ഞു ജനങ്ങളുടെ പരാതി വേണം. അവിടെയാണ് എനിക്ക് എതിർപ്പ്. ജനങ്ങളുടെ പരാതി എന്തിനാണ്? ഒരു സ്ഥാപനത്തിൻ്റെ അധികാരം കൈയാളുന്ന ഒരാൾ വിസിൽ ബ്ലോ പറയുകയാണ്, ഞാൻ തെറ്റുകാരനാണെന്ന് പരിശോധിക്കാമല്ലോ. നിധിയിൽ ബുക്സിൽ പൈസ ഉണ്ടോയെന്ന് ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പോലെ 5 മിനിറ്റ് വേണ്ടല്ലോ, 5 മിനിറ്റ്. നമുക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട റിസർവ് ബാങ്ക് ഇത്രയും ദിവസങ്ങളായിട്ട് നമ്മൾ കൊടുത്തിട്ട് എത്ര ദിവസമായിട്ടുണ്ടാവും ഈ പരാതികൾ? റിസർവ് ബാങ്കിന് ഞാൻ കൊടുത്തിട്ട് പ്രവൃത്തി ദിവസം ഒരു 38 ദിവസമെങ്കിലും പിന്നിട്ടുണ്ടാവും. ഈ ഒരു പ്രാവശ്യം ഈ മെയിലിൽ റെസ്പോണ്ട് ചെയ്തല്ലാതെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. പിന്നെ വേറെ കാര്യമുണ്ട്, റിസർവ് ബാങ്ക് ഒരു ബേസ് ലെയർ NBFC ആണെന്ന് കരുതുന്നുണ്ടാവാം. റിസർവ് ബാങ്ക് അതിൻ്റെ ഓഡിറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യായിരിക്കാം. റിസർവ് ബാങ്ക് തള്ളിക്കളയുമെന്ന് എനിക്ക് വിശ്വാസമില്ല. പക്ഷേ എൻ്റെ ഒരു ചോദ്യം, ഒരു എമർജൻസി വരുമ്പോൾ, ഇപ്പോൾ ഇവിടെ നമ്മൾ സംസാരിക്കുന്നിടത്ത് പെട്ടെന്ന് തീ വരികയാണ്, അവിടെ ഞാനും താങ്കളും ഇല്ലല്ലോ, നമ്മൾ ഓടി തീ കെടുത്താൻ ശ്രമിക്കുകയല്ലേ. അപ്പം ഞാനൊരു അലേർട്ട് കൊടുക്കുമ്പോൾ ആ അലേർട്ടിന് ശേഷം 38-39 ദിവസം ധനലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന് ആനയെ വാങ്ങുന്നു. 220 കോടി രൂപ ഡെഫിസിറ്റിൽ നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ആനയെ വാങ്ങണമെന്ന് പറഞ്ഞു, വാങ്ങിച്ചതെന്ന് എനിക്കറിയില്ല. പുതിയൊരു സൊസൈറ്റി വരുന്നു, ഞാൻ ഞെട്ടുകയാണ്, അടുത്ത പണം പിരിക്കാനുള്ള സംഭവം. ഈ ഇത്തരത്തിൽ റിസർവ് ബാങ്കിനൊക്കെ എഴുതി എന്നുള്ള കാര്യമൊക്കെ പുറത്തറിഞ്ഞിട്ടുണ്ടാവുമോ? എൻ്റെ ലാസ്റ്റ് മെയിൽ റിസർവ് ബാങ്കിന് ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചത്, ലാസ്റ്റ് മെയിൽ റിസർവ് ബാങ്കിന് ഞാൻ ചോദിച്ചത് ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച്, എൻ്റെ വിസിൽ ബ്ലോ പുറത്തു പോയോ? എൻ്റെ ലാസ്റ്റ് ഇമെയിൽ. കാരണം ഞാൻ ഗുണ്ടകളാൽ ആക്രമിക്കപ്പെടുന്നു. കഴിഞ്ഞ ഒരു 22-23 ദിവസമായിട്ട് എന്നെ ബാംഗ്ലൂർ പോലീസ് എല്ലാം വിളിച്ച് വേട്ടയാടുന്നു. ബാംഗ്ലൂർ ഇന്നേ വരെ 2.5 വർഷമായിട്ട് ഞാൻ ബാംഗ്ലൂർ കാലുകുത്തിയിട്ടില്ല. ഞാൻ ഇന്നേ വരെ കാണാത്ത വിശ്വേശ്വരപുര എന്ന സ്ഥലത്ത് ഒരു ജൂണിൽ പോയിട്ട് ഒരു ഓഫീസ് എടുത്തിട്ട് അവിടെ 1,43,00,000 രൂപ ഞാൻ തട്ടിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു FIR രജിസ്റ്റർ ചെയ്യുന്നു. FIRന് രജിസ്റ്റർ ചെയ്തിട്ട് എനിക്ക് പോലീസിൻ്റെ ഒരു മെസ്സേജ് വരുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു FIR. എനിക്കത് എങ്ങനെ അതൊന്നും എനിക്ക് ശീലമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് സഡനായിട്ടൊരു ഷോക്കാണ്. അപ്പോൾ ഞാനവിടുത്തെ ഒരുപാട് തട്ടിപ്പോൾ വാട്സപ്പിൽ വരുന്നുണ്ട്, അങ്ങനെ ആയിരിക്കാം. പക്ഷേ പിന്നീട് ഞാൻ മനസ്സിലാക്കണം, 18-ാം തീയതി എനിക്ക് ലെറ്റർ ഡെലിവർ ആവുന്നു, 16-ാം തീയതി എല്ലാം പറയുന്നു, 14-ാം തീയതി വൈകുന്നേരം അയക്കുന്നു. അപ്പോൾ ഞാൻ പോലീസ് തിരിച്ച് മെസ്സേജ് അയച്ചു, ഞാൻ എന്ത് ഡീറ്റെയിൽ വേണം നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ തരാം. അപ്പോൾ എന്നോട് പറഞ്ഞു ബ്രദർ 31-ാം തീയതി വന്നാൽ എന്ന് പറഞ്ഞു. അടുത്ത നിമിഷം അടുത്ത ലെറ്റർ ഷൂട്ടാവുന്നു, 22-ാം തീയതി വരാൻ പറഞ്ഞിട്ട് 20-ാം തീയതി വൈകുന്നേരം അടിക്കുന്നു. എനിക്ക് 23-ാം തീയതി വൈകുന്നേരം ഡെലിവറി ആവുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എന്നെ അകപ്പെടുത്താനുള്ള ശ്രമമാണ്. അപ്പോൾ ഇവർ ശ്രമിച്ചത് എന്നെ ഇല്ലീഗലി അറസ്റ്റ് ചെയ്യിച്ച്, അല്ലെങ്കിൽ ഗുണ്ടകളെ കൂട്ടി എന്നെ അറസ്റ്റ് ചെയ്ത്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ഇപ്പം ഞാൻ ഈ മീറ്റ് വരുമ്പോൾ ഇപ്പം ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ഇന്ന് കയറിയിട്ട് ഞാൻ ഈ ഞാൻ ഒരുപാട് സേവനം ചെയ്യുന്ന പറഞ്ഞില്ല, പക്ഷേ ഞാൻ എൻ്റെ കഴിവ് വെച്ച് വളർത്തിയ, അല്ലെങ്കിൽ കഴിവ് വെച്ച് പ്രോത്സാഹിപ്പിച്ച് നല്ല രീതിയിൽ കൊണ്ടുവന്ന ഒരുപാട് കുട്ടികളുണ്ട്, ഒരുപാട് സ്ഥാപനം ഭരിക്കുന്നുണ്ട്. ആ വീട്ടിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ 23 ദിവസമായിട്ട് കയറാൻ പറ്റിയിട്ടില്ല. കാരണം ചുറ്റും ഗുണ്ടകളാ, വണ്ടിക്കെല്ലാം. നിങ്ങൾ ഈ കാര്യം അറിഞ്ഞ ശേഷം അവിടെ നിന്നുള്ള ഭീഷണിയിലാണ് നിങ്ങളിപ്പോൾ? ഈ പറയുന്ന വാർത്തകളൊന്നും സുഖമല്ലല്ലോ. ഇപ്പം നിങ്ങൾ പറയുന്നു EDയുടെ ഒരു വാർത്ത വന്നു, അത് മുക്കല്ലേ. ഇതിനു മുമ്പും എത്രയോ പ്രമുഖമായ പത്രപ്രവർത്തകർ ഈ വാർത്തകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴും പോലീസ് പറയുന്നത് എന്താ, ജനം പരാതിയായിട്ട് വരട്ടെ. അതെ, ഒരു 10 വർഷത്തിനുള്ളിൽ 4,000-5,000 കോടി പോയല്ലോ.
ഈ 5000 കോടി വിൽ ട്രാൻസ്ലേറ്റ് ടു 50,000 പീപ്പിൾ. നമുക്കിപ്പോൾ ഒരു പൊതു കാര്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനിടയിൽ നിൽക്കുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇഷ്യൂ. ധനലക്ഷ്മി ഏതാണ്ട് 230 കോടിക്കടുത്തുള്ള ഒരു ക്രമക്ക് 220-നും 240-നും ഇടയ്ക്കുള്ള ആ ഗ്രൂപ്പിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് സോളിഡ് ആയിട്ടുള്ള എവിഡൻസോട് കൂടി പറയാം. ഒരു സംശയം വേണ്ട. അതെ, ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിൽ പോലും ഒരു എവിഡൻസ്, അതായത് ഓട്ടോ ലോൺ തട്ടിപ്പ് കാണിച്ചു, മറ്റേ പേഴ്സണൽ ലോൺ തട്ടിപ്പ് കാണിച്ചു, നിധിയിൽ 116 കോടിയില്ല, നെറ്റ് ഓൺ ഫണ്ട്സ് ജനങ്ങളുടെ പൈസ വെച്ച് കൊണ്ടുവന്നു, അഗ്രോ സൊസൈറ്റി തട്ടിപ്പ് കാണിച്ചു, ഇതിലെല്ലാം വ്യക്തമായ തെളിവുകൾ എന്തിനാണ് RBI കൊടുത്തില്ലേ? RBIയുടെ തോമസ് മാത്യു എന്ന് പറയുന്ന റീജിയണൽ ഡയറക്ടർ ഇത് കേൾക്കുന്നുണ്ട്, അദ്ദേഹം പറയട്ടെ ഈ തെളിവുകൾ കിട്ടിയില്ലെന്ന്, അദ്ദേഹത്തിന് ഓഫീസിൽ കിട്ടിയില്ലെന്ന് പറയട്ടെ. ഒരു ഇമെയിൽ വിത്ത് ഓൾ ഡോക്യുമെന്ററി എവിഡൻസ് ആൻഡ് ഡിജിറ്റൽ പ്രൂഫ് ഹാവ് സെൻഡ് ടു ഹിം ബിക്കോസ് ഹി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് മോസ്റ്റ് പ്രോമിനന്റ് ഓഫീസർ, ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസറാണ് കേരളത്തിൽ. അപ്പം ഞാൻ ഇപ്പോഴും പറയുന്നു RBI നടപടി എടുത്തേക്കാം, നടപടിയിലേക്ക് ഒരുങ്ങുന്നുണ്ടാവാം, ചോദ്യങ്ങൾ ചോദിച്ചേക്കാം, പക്ഷേ കാലതാമസം സർപ്രൈസ്. ഇപ്പോൾ നമുക്ക് ഇത് സെൻട്രലിൽ ധനലക്ഷ്മി നിൽക്കുന്നു. ഏകദേശം കഴിഞ്ഞ ഒരു 1-2 മാസത്തിനിടയിൽ തന്നെ ഇപ്പോൾ തൃശ്ശൂർ തന്നെ MCK 300 കോടി രൂപയുടെ തട്ടിപ്പാണ് MCK നടത്തി. അത് പൊളിഞ്ഞു പോയി. അതിന് കുറച്ച് നാൾ മുമ്പ് ഫാം ഫെഡ്, കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ഫാം ഫെഡ്, നമുക്കറിയാം കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ തന്നെ കേരളത്തിൽ നടന്നിട്ടുള്ള നിക്ഷേപ തട്ടിപ്പുകളുടെ ടോട്ടൽ വോളിയം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു 2000 കോടിക്ക് മേളിൽ എന്തായാലും ഉണ്ടാവും, ചിലപ്പോൾ അതിന് കൂടുതൽ പോവാം. ഇപ്പോൾ നമ്മുടെ സെൻട്രൽ പോയിൽ നിർത്തിയിരിക്കുന്നത് ധനലക്ഷ്മിയാണ്. ധനലക്ഷ്മി ഏതാണ്ട് 230, 40, 250 ഒരു ഡസൻ കമ്പനികളെങ്കിലും ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഇനി ഒരു ഡസൻ കമ്പനികളെങ്കിലും ആ സംശയത്തിൻ്റെ മുന്നിൽ നിൽക്കണം. വലിയ സോഷ്യൽ ഇമ്പാക്റ്റ് ഉള്ള കാര്യമാണ്. കാരണം വെച്ചാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ കോടാനുകോടി രൂപ, ഏറ്റവും അടുത്ത വർഷങ്ങളിൽ 2000 കോടി രൂപ അടുത്ത് ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഈ സ്പെസിഫിക് ആയിട്ടുള്ള സ്കാമിൽ തന്നെ 230, 250 വരാനിരിക്കുന്നു എന്ന് പറയുന്നത് 40,000, 50,000, 60,000. ഇത് നമ്മുടെ മനക്കണക്കിൽ കൂടുന്നൊരു ഇതല്ല. എന്തൊരു സോഷ്യൽ ഇമ്പാക്റ്റാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും ഏകദേശം നമുക്കൊരു കണക്കുകൂട്ടൽ നടത്തിയാൽ ഒരു 60,000 കോടിക്ക് മുകളിലെങ്കിലും ഇവരെല്ലാം ഫണ്ട് സമാഹരിച്ചിട്ടുണ്ട് ഈ നിധി കമ്പനികളും, പ്രൈവറ്റ് സെക്ടറിൽ മാത്രമേ പറയുന്നത്. അപ്പം ഒരു ബേസിക്കലി 50,000, 1 ലക്ഷം രൂപ വെച്ച് നിക്ഷേപകരെ കൂട്ടിക്കോ, 1 ലക്ഷം രൂപ വെച്ച് നിക്ഷേപിക്കുന്നവരുണ്ട്, 50 ലക്ഷം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. കുറഞ്ഞത് ഒരു 1.5 ലക്ഷം നിക്ഷേപകർക്കെങ്കിലും പണം നഷ്ടപ്പെടും. ഇനി അതിനെ എങ്ങനെ തടഞ്ഞാലും ഒരു 10,000 പേർക്കെങ്കിലും അടുത്ത ഒരു 6 മാസത്തിനുള്ളിൽ പണം നഷ്ടപ്പെടും. അതിൻ്റെ ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് വരുമ്പം ഇത് മാത്രം പണം കൈവശമായിട്ടുള്ള ആൾക്കാർ, ഇത് ജീവിതത്തിൻ്റെ ഏക ആശ്രയമായി നിൽക്കുന്ന ആൾക്കാർ, ഒരു മകളുടെ വിവാഹം, അതുപോലെ അല്ലെങ്കിൽ ഒരു 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 മേജർ ഇൽനെസ് ക്രിട്ടിക്കൽ വന്നാൽ അതിനു വേണ്ടി നീക്കി വെച്ചേക്കുന്ന ആൾക്കാർ, അപ്പോൾ അവരുടെ ജീവിതത്തിൽ ആശയറ്റില്ലേ? അങ്ങനെ വരുമ്പം എൻ്റെ ഏറ്റവും വലിയ ഭയം ആയിരക്കണക്കിന് ആത്മഹത്യകൾ കേരളം കാണേണ്ടി വരുന്നതാണ്. അത് നമുക്ക് തടയണം. അതിനാണ് ഈ കറക്ഷൻ വരേണ്ടത്. ഫിഗേഴ്സ് ഭയാനകമാണ്. ഞാൻ ഇങ്ങനെ ഇത്രയും ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു മീഡിയ ഹൗസിൽ വന്ന് അങ്ങനെ ഫിഗേഴ്സ് പറയുന്നത് ശരിയല്ല. അധികാരികൾ നോക്കട്ടെ, ബന്ധപ്പെട്ടവർ നോക്കട്ടെ, തട്ടിപ്പുകൾ പുറത്ത് കൊണ്ടുവരട്ടെ. ഈ 2 കാര്യങ്ങളല്ലേ ഉള്ളൂ. ലയബിലിറ്റി, കടം നിങ്ങൾ എന്തോരം എടുത്തു, ബുക്ക് സൈസ് എന്താ, ആ ബുക്ക് അത് ലളിതമാണ്. ആ ബുക്ക് സൈസിൻ്റെ ക്വാളിറ്റി എന്താ? കാരണം 1,500 കോടി 2,400 കോടി എടുത്തിട്ട് എനിക്ക് ബുക്കിൽ വെറുതെ 1,500 കോടി മൈക്രോ ഫിനാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് ബുക്കിൽ ഉണ്ടാവണമെന്നില്ല. ആ ഗ്യാപ്പ് വളരെ വലുതാണ്. ഫോർ ഷുവർ ഇറ്റ് വിൽ ട്രാൻസ്ലേറ്റ് ടു ലാക്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് കേരള വിൽ വിറ്റ്നസ് ഇഫ് അൺഅഡ്രസ്ഡ് സോ മെനി സൂയിസൈഡ്സ്. ബിക്കോസ് ഇത് ജനങ്ങളുടെ ഒരു ആശ്രയമാണ്, അവരുടെ ഏക പ്രതീക്ഷയാണ്. നോർമൽ ജനത്തിന് RBI ആണിത്. RBI എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും നോക്കും. ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് ഡിപ്പോസിറ്റ് സേഫ് ആയിട്ടുള്ള ഇതാണ്. പക്ഷേ ബാങ്കുകളിൽ പോലും 5 ലക്ഷം രൂപയുടെ ഡിപ്പോസിറ്റ് മാത്രമേ ഇൻഷുറൻസ് ഉള്ളൂ. ബാക്കി അവരുടെ പ്രവർത്തന മികവാണ്. അപ്പോൾ ആ ഒരു അറിവൊക്കെ ആൾക്കാരിലേക്ക് പകർന്നു കൊടുത്തില്ലെങ്കിൽ, ഡിപ്പോസിറ്റേഴ്സിനെ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ ഇതൊരു വലിയ ക്രൈസിസ് തന്നെയാണ്. വലിയൊരു സംശയമില്ല. പോലീസായാലും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ക്രൈം ബ്രാഞ്ച് ഉണ്ട്. ക്രൈം അന്വേഷിക്കലാണല്ലോ ക്രൈംബ്രാഞ്ചിൻ്റെ. ക്രൈംബ്രാഞ്ച് വന്നിട്ട് ഇത് RBIയുടെ കീഴിലുള്ള സ്ഥാപനമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. RBI നോക്കട്ടെ, RBIയുടെ പരിധിയിൽ ഞങ്ങൾക്ക്
ക്രൈംബ്രാഞ്ചിന് റിപ്പോർട്ടുകൾ ചോദിക്കാമല്ലോ, റിപ്പോർട്ടുകൾ എടുക്കാമല്ലോ. അതൊരു പ്രിവെൻറ്റീവ് വിജിലൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇനി ഒരു സമ്മപ്പിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റീസ് അല്ലെങ്കിൽ അത് റെഗുലേറ്റേഴ്സ് ഇത് നമുക്ക് സംഗ്രഹിക്കാം. റിസർവ് ബാങ്ക്, രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, കോപ്പറേറ്റീവ് രജിസ്ട്രാർ, സെൻട്രൽ കോപ്പറേറ്റീവ് രജിസ്ട്രാർ, ഇത് ഇപ്പോൾ നമ്മുടെ 3 എൻറ്റിറ്റീസ് ആണല്ലോ പ്രധാനം. ഇത് മുഖ്യമായും ഉത്തരവാദികളാണ് ഇത്തരം കാര്യങ്ങളിൽ. ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു തട്ടിപ്പ് നടന്നെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഞാൻ പറയുന്ന കാര്യം സത്യമാണെന്ന് മനസ്സിലാക്കുന്നവരാണ് ഇതിൽ ബന്ധപ്പെട്ട എല്ലാ അധികാരികളും. ഇത് ശ്രവിക്കുന്ന ഓരോ കമ്പനികളുടെ തലപ്പത്തിരിക്കുന്ന MD-മാരും ചെയർമാനും അവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അസറ്റും ലയബിലിറ്റി തമ്മിൽ മിസ്മാച്ച് ഉണ്ട്. അപ്പോൾ അത് നടന്നറിയാവുന്ന ആൾക്കാർ എന്തുകൊണ്ട് അതിലേക്ക് ഇതൊരു ശീലമാവുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഈ 3 റെഗുലേറ്റേഴ്സാണ് പ്രധാനമായിട്ടും ഒരു പ്രാഥമികമായും ഇക്കാര്യത്തിൽ ഒരു ഉദാസീനത കാണിച്ചിട്ടുള്ളത്. പബ്ലിക്കിൻ്റെ ഫണ്ട് എടുത്ത് ബിസിനസ് ചെയ്യുന്ന ആരും അത് പബ്ലിക് കമ്പനിയാണ്. അത് അവനവൻ്റെ കമ്പനിയെന്ന് പറയാൻ പറ്റില്ല. എല്ലാ വർഷത്തെയും കണക്കുകൾ അത് ആധികാരികമായിരിക്കണം. ആ കണക്കുകൾക്ക് ഒരു വ്യക്തത വേണം. അത് ചാർട്ടേഡ് അക്കൗണ്ടൻസ് സർട്ടിഫൈ ചെയ്യണം. അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസോട് ക്വസ്റ്റ്യൻ ചോദിക്കും. അവർക്ക് ഈ നിയമങ്ങളെല്ലാം ഈ രാജ്യത്തുണ്ട്. സ്വാഭാവികമായിട്ടും ഈ കമ്പനികൾ നേരല്ലാത്ത രീതിയിൽ നടത്തുന്ന അതിൻ്റെ ഓണ്ടർപ്രണേഴ്സ് പ്രാഥമികമായി കുറ്റക്കാരാണ്. പക്ഷേ അതിനെ മോണിറ്റർ ചെയ്യേണ്ടവർ ഉറപ്പായും ഈ ഇത്രയും വലിയൊരു കുറ്റകൃത്യത്തിൽ പങ്കാളികളാണ്. താങ്കൾ തന്നെ നോക്കിയാൽ മതി. ധനലക്ഷ്മി നിധി അത് ROC അണ്ടറിലല്ലേ? അവിടെ നിന്ന് ഫണ്ട് മാറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ കമ്പനികൾക്ക് കൊടുത്തിട്ടുണ്ടോ ഒരു ക്വസ്റ്റ്യർ പോരെ? ഒരു ക്വസ്റ്റ്യർ ചാർട്ടേഡ് അക്കൗണ്ടന്റ് സത്യവാങ്മൂലം തരാൻ വേണ്ടി പറഞ്ഞാൽ പോരെ? ആ സത്യവാങ്മൂലം അറിയാലോ. 1 അത്. 2 അതിൻ്റെ ഡയറക്ടേഴ്സ് ആരാണ്? ആ ഡയറക്ടേഴ്സിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചാൽ അവർക്ക് ഫണ്ട്, കാരണം അവർക്കാണല്ലോ അതിനകത്ത് ഗ്രിപ്പ് ഉള്ളത്. അങ്ങനെയുള്ള നിസ്സാരമായ ഇടപെടലിലൂടെ നിയന്ത്രിക്കാൻ പറ്റില്ലേ? പിന്നെ RBI വ്യക്തമായിട്ട് പറയുന്നു ROC ആയിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല. ബന്ധമില്ലെന്നല്ല, ROCയുടെ കാര്യം ഞങ്ങൾ നോക്കുന്നില്ല. നിധി കമ്പനി ഇതായിട്ട് ലിങ്ക് ആവാൻ പാടില്ല. അപ്പോൾ ഇത് നിധി കമ്പനി സൊസൈറ്റിയും എല്ലാം ഉദ്ദേശശുദ്ധി നല്ലതാണ്. അതാണ് അതിൻ്റെ കാര്യം. ഉദ്ദേശശുദ്ധി നല്ലതാണ്. ഒരിക്കലും ഈ സ്ഥാപനങ്ങൾ തകരാൻ പാടില്ല. ഈ നാട്ടിൽ ഈ സ്ഥാപനങ്ങൾ ഉണ്ടാവണം, എന്നാലേ തൊഴിലെടുക്കാൻ പറ്റുള്ളൂ. ജനത്തിന് പരസ്പരം ഉപകാരമാണ്. ബാങ്കുകൾ 7%, 8% ലോൺ ഇൻട്രസ്റ്റ് ഡിപ്പോസിറ്റിന് കൊടുക്കുമ്പോൾ ഈ കമ്പനികൾ 10-12% കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ കൊടുക്കാൻ സാധിക്കും. നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് പോയാൽ മതി. പക്ഷേ ഓരോ റെഗുലേറ്റേഴ്സും അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യണം. പിന്നെ എനിക്ക് പറയാനുള്ള വേറെ കാര്യം, ചെറിയ കംപ്ലൈൻറ്റുകൾ വരുമ്പോൾ അതിനെ പരിഗണിച്ചാൽ വലിയ കംപ്ലൈൻറ്റുകളിലേക്ക് അത് എത്താതിരിക്കും. ഇപ്പോൾ പോലീസ് പറയും ഞങ്ങൾക്ക് ഒരു 100 നിക്ഷേപകർ 200 നിക്ഷേപകരുടെ പരാതി വരട്ടെ, അപ്പോൾ ഞങ്ങൾ നോക്കാം എന്ന് പറയുന്നതിനേക്കാൾ നല്ലതാണ് ഒരു നിക്ഷേപകൻ്റെ പരാതി വരുമ്പോൾ ഒന്ന് ആ മാനേജ്മെൻറ്റ് വിളിച്ചിട്ട് ഒന്ന് അടിസ്ഥാനപരമായിട്ട് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചറിഞ്ഞാൽ, ഒരു റെഗുലേറ്റർക്ക് 2-3 ചോദ്യങ്ങൾ എക്സ്ട്രാ ചോദിച്ചാൽ, ഇടയിൽ ഒരു റെഗുലേറ്ററി മീറ്റിംഗ് വെച്ചാൽ, എനിക്ക് മനസ്സിലാവുന്നത് പലർക്കും അണ്ടർസ്റ്റാഫ്ഡ് ആണ്, അങ്ങനെയൊക്കെയാണ്. പക്ഷെ അതൊന്നും ഇത്ര വലിയൊരു വിപത്തിന് ഒരു ഇതല്ല. ഇത് ഏകദേശം കേരളത്തിൽ നടന്നേക്കുന്നത് 2014 തൊട്ട് ഉള്ള കാലഘട്ടത്തിലാണ്. 2014 മുമ്പ് ഇങ്ങനെ ഒരു ചരിത്രം കേരളത്തിൽ ഇത്രയും നിധി കമ്പനികൾ പൊട്ടിമുളയ്ക്കുന്നതും, നിധി കമ്പനികൾ, അഗ്രോ സൊസൈറ്റി, മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി, ടൂറിസ്റ്റ്, ഇപ്പം ഞാൻ പേര് പറയുന്നില്ല, മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികൾ വരുന്നതോടുകൂടിയാണ് ഇത് കൂടുന്നത്. അതെ, ഒരു ടൂറിസം റിലേറ്റഡ് സൊസൈറ്റി. ടൂറിസത്തിൽ ഒരു പ്രൊജക്റ്റ് പോലും ചെയ്യുന്നില്ല. ആവറേജ് ഫണ്ട് എടുക്കുന്നത് 35-40 കോടി രൂപയാണ്. പെർ മന്തോ പെർ ഇയറോ? പെർ മന്ത്. ടൂറിസത്തിൽ ഒരു പ്രൊജക്റ്റ് പോലും ചെയ്തില്ല. അപ്പം അതിനകത്ത് ഒരു കൂട്ടായ്മ ഉണ്ടായപ്പോൾ അവരുടെ എംപ്ലോയീസിൻ്റെ കൂട്ടായ്മ ഒരു എംപ്ലോയി എണീറ്റ് എന്ന് ചോദിച്ചു, സർ നമ്മൾ ഇതുവരെ ടൂറിസം റിലേറ്റഡ് ആയിട്ട് ഒരു പ്രൊജക്റ്റ് പോലും ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് ആ ഓണ്ടർപ്രണർ കൊടുത്ത മറുപടി നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പറയാം. അപ്പോൾ അത് ഇങ്ങനെയുള്ള കാര്യം. അതേ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പബ്ലിക് മണി വളരെ ചെറിയ കുറച്ച് ആൾക്കാരിലേക്ക് ഫോക്കസ്ഡ് ആവുന്നു. ഇതിനെ ഗവൺമെൻറ് വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതാണ് കേരളം കണ്ട ഏറ്റവും വലിയ ഫിനാൻഷ്യൽ സ്കാം. അത് നിശ്ചയമാണ്. അപ്പോൾ നമുക്കിത് ഉപസംഹരിക്കുന്നത്, ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഏതെങ്കിലും കമ്പനികളെ തകർക്കാനോ ഏതെങ്കിലും കമ്പനികളെ ചലഞ്ച് ചെയ്യാനോ. തീർച്ചയായിട്ടും. അപ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് ഈ ഇത്രയും കാലത്തെ ഒരു അനുഭവം കൊണ്ട്
നിലവിൽ പ്രതിസന്ധിയിലാകാൻ സാധ്യതയുള്ള കമ്പനികൾ ഏതെന്ന് നിങ്ങൾക്കറിയാം. കൃത്യമായിട്ട് പേരുകൾ അറിയാം, അതെ, വിവരങ്ങൾ അറിയാം, എല്ലാം അറിയാം. പക്ഷെ നമ്മൾ തൽക്കാലം ആ പേരുകൾ പറയാതിരിക്കാം. കാരണം വെച്ചാൽ ഇതൊരു കറക്ഷൻ. ഇപ്പോൾ പൂർണ്ണമായിട്ടും തെളിവുകളുള്ള, നിങ്ങൾ കാര്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നല്ലോ അല്ലേ? 100% തെളിവുകളുള്ള നിങ്ങൾ ജോലി ചെയ്ത ഞാൻ എൻ്റെ കയ്യിൽ ഞാൻ റിസർവ് ബാങ്കിന് കൊടുത്ത റിപ്പോർട്ടുകളാണ് ഇതെല്ലാം. റിസർവ് ബാങ്കിന് ഓരോ ദിവസത്തെ ഡേറ്റ് സഹിതം ഡീറ്റെയിൽ സഹിതം. അതെ, ഞാൻ എങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനത്തെ ഒരു ഈ റിസർവ് ബാങ്കിന് കൊടുത്ത ഈ റിപ്പോർട്ടുകളിലെല്ലാം ഡോക്യുമെന്റൽ എവിഡൻസും ഉണ്ടല്ലോ. എല്ലാ ഡോക്യുമെന്റ് എവിഡൻസും അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റുകൾ, ഫേക്ക് ആയിട്ട് അവർ ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ്സ്, ഓട്ടോ ലോണിൽ എന്ത് ചെയ്തു, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഞാനിത് താങ്കളുടെ മുമ്പിലോട്ട് ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്, താങ്കൾക്ക് പരിശോധിക്കാം. അപ്പോൾ എന്തായാലും നമുക്കിതൊരു കറക്ഷന് ഇടയാവട്ടെ. ഈ പ്രാഥമികമായിട്ടും ഇത് അടിസ്ഥാനപരമായിട്ട് ഇത് പബ്ലിക് മണിയാണ്, അവരുടെ വിശ്വാസമാണ്, അവരുടെ കരുതലാണ്. അതിന്മേലാണ് ഇത്രയും വലിയൊരു സ്കാം രൂപപ്പെടുന്നത്. അത് വളരെ ചെറിയ കാര്യമല്ല. ബന്ധപ്പെട്ട എല്ലാ അതോറിറ്റീസും, ബന്ധപ്പെട്ട എല്ലാവരും, അത് നമുക്ക് റിസർവ് ബാങ്ക് മുതൽ താഴേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ സംവിധാനങ്ങളും പോലീസും വരെയുള്ള എല്ലാ സംവിധാനങ്ങളും ഇക്കാര്യത്തിൽ ഒരു അലേർട്ടാവുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഇത് പരിഗണിക്കണം. തീർച്ചയായിട്ടും എനിക്ക് ഇങ്ങനൊരു വേദി തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ മനസ്സിൽ നിന്ന് സമൂഹത്തിനോട് എനിക്ക് പറയണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു ഭാവി തലമുറയുടെ ഒരു സബ്ജക്റ്റ് മാറ്ററാണ്. എനിക്കും കുഞ്ഞുങ്ങളുണ്ട്, ഇനിയുള്ള തലമുറയ്ക്ക് ഇവിടെ ജീവിക്കണം. ഒരു വലിയൊരു എക്കണോമിക് ഒഫൻസ് ആണ് നടക്കുന്നത്. അത് തടയാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം. ഒരുപാട് നല്ല ഓണ്ടർപ്രണേഴ്സ് ഉണ്ട്, ഒരുപാട് പേര് സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. വളരെ കഷ്ടപ്പെട്ട് കമ്പനി വളർത്തിക്കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അവർക്കെല്ലാം ഇതൊരു മാതൃകയാവണം, ഇതൊരു വലിയൊരു പഠനത്തിന് ഭാഗമാവണം. ഇതിനുശേഷം കേരളത്തിലൊരു നല്ല ഫിനാൻഷ്യൽ ചരിത്രം പ്രതീക്ഷിക്കാം. എപ്പോഴും സുഹാസ് പറയാറുള്ള ഒരു കറക്ഷന് ഇതിടയാകട്ടെ. ഇതൊരു കറക്ഷൻ എല്ലാ കാലഘട്ടങ്ങളിലും സൊസൈറ്റി മൂവ് ചെയ്യുന്ന കറക്ഷനിലൂടെയാണ്. കറക്ഷൻ ഇത് ഒരു നിമിത്തമായി മാറട്ടെ. നിങ്ങൾക്കും പറയാം എന്നാണ് ഈ പ്രോഗ്രാമിന്റെ പേര്. അപ്പോൾ നിങ്ങൾക്കും പറയാം തുടരും. സുഹാസിന് പ്രത്യേകം നന്ദി. താങ്ക് യു. കേരളത്തിൽ വലിയൊരു വിപത്തായി വരാവുന്ന ഒരു വലിയ പ്രതിസന്ധിയെ അനാവരണം ചെയ്യുകയായിരുന്നു ഈ എപ്പിസോഡിൽ ശ്രീ സുഹാസ്. ഇത് സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി ബോഡികൾക്ക് ഒരു അലേർട്ടാകും എന്ന് പ്രതീക്ഷിക്കാം. തിരുത്തലുകൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും പ്രോഫിറ്റ് റേസ് യുവർ വോയിസ് തുടരും.